الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا والوالدين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് യൂസുഫിനെ കുറിച്ച് ചെറിയ രീതിയിൽ പറയാൻ ശ്രമിച്ചിരുന്നു. സൂറത്ത് യൂസുഫ് ഓതുമ്പം അല്ലെങ്കിൽ സൂറത്ത് യൂസുഫ് പഠിക്കുമ്പം പ്രധാനമായും നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാകേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, കഥകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കഥ യൂസുഫ് നബിയുടെ കഥയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. രണ്ടാമത്തത്, ഇബ്നു അത്താ റഹിമഹുല്ല പറഞ്ഞതുപോലെ മാ ഖറഅഹ മഹ്സൂനുൻ ഇല്ലസ്തറാഹ ബിഹ, വേദനയും വിഷമവും ബുദ്ധിമുട്ടും ദുഃഖമൊക്കെ ഉള്ള ആൾ അത് ഓതിക്കഴിയുമ്പോഴേക്കും അതിലൂടെ അയാൾക്ക് റാഹത്തും സമാധാനമൊക്കെ കിട്ടണം. ആദ്യം പറഞ്ഞ പോയിന്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിലൂടെ അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് നേരിട്ട് നമ്മളത് കേൾക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞ ആ ഗുണം എപ്രകാരമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെറുങ്ങനെ നോക്കാൻ പോകുന്നത്. എല്ലാം പറഞ്ഞു വെക്കലല്ല, ചെറിയ രീതിയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വെക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അവസാനിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറയുന്ന വാക്കായിട്ട്, ലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങളൊരിക്കലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. അള്ളാഹുവിൻ്റെ കരുണയെ തൊട്ട് റഹ്മത്തിനെ തൊട്ട് നിരാശരാകുന്നവർ കാഫിരീങ്ങളല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പ്രാക്ടിക്കൽ രൂപമാണ് യൂസുഫ് നബിയുടെ കഥയിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നത്. എന്താ തിയറി? ഇൻ തുഹിബ്ബു ഷൈഅൻ അസാ അൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മോശമാണെന്ന് വിചാരിക്കും, വെറുക്കും. പക്ഷെ നിങ്ങൾ വെറുത്ത ആ കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ ഖൈറാണെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ ഖൈറാണെന്ന് വിചാരിച്ച ആ കാര്യം നിങ്ങൾക്ക് ഷർറായിരിക്കും. ഇത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തിയറിക്കലി പറയുന്നൊരു തത്വമാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ രൂപമാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അത് കാണിച്ചു തന്നിട്ട് അള്ളാഹു നമ്മളോട് പറയാണ്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മുടെ ഉമ്മയേക്കാൾ സ്നേഹമുള്ള ആളാണ് നമ്മുടെ റബ്ബ്. ഉമ്മയേക്കാൾ 70 ഇരട്ടി സ്നേഹമുള്ള ആൾ. നമ്മുടെ ഉമ്മ നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വരണമെന്നോ ബുദ്ധിമുട്ട് വരണമെന്നോ എപ്പോഴെങ്കിലും വിചാരിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ട്, വിഷമം, പ്രയാസം ഉണ്ടാവണമെന്ന് ഒരിക്കലും വിചാരിക്കുകയില്ല. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം, നമ്മൾ ആഗ്രഹിച്ചത് പലപ്പോഴും കിട്ടാതിരിക്കുമ്പോൾ, ശരിക്കും നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ക്ലൈമാക്സ് അറിയാണ്ട് കാണുന്നൊരു സിനിമയാണ്. നാളെ എന്താവും എന്ന് നമുക്കറിയില്ല. അതാർക്കേ അറിയൂ? അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിന് നാളെ എന്താവും, അതല്ലെങ്കിൽ ഇതിൻ്റെ എൻഡ് എന്താവും, ക്ലൈമാക്സ് എന്താവും എന്നറിയുന്നത് കൊണ്ട്
അതിനനുസരിച്ച് അവൻ നമ്മുടെ ജീവിതത്തിൽ കുറേ പ്ലാനുകൾ ചെയ്യും. നമുക്ക് നാളത്തത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പം ഇന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ബേജാറാവും, നമ്മൾ പതറിപ്പോവും, അള്ളാഹുവിനെ ചിലപ്പോൾ കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. സാധാരണഗതിയിൽ നമ്മൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, കിച്ചണിൽ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടി, യാദർച്ഛികമായിട്ട് അവൻ്റെ കയ്യിൽ കത്തി കിട്ടി. അവന് ഭയങ്കര സന്തോഷമായി, പുതിയ സാധനം കളിക്കാൻ കിട്ടി, ഇത്രയും നാളും കിട്ടാത്തത്. 2-3 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. അവൻ ആ കത്തി കൊണ്ട് കളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഉപ്പയോ ഉമ്മയോ അത് കണ്ടത്. അവർ ഓടി വന്ന് ആ കത്തി അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു വെക്കും. കുട്ടി ഭയങ്കരമായിട്ട് കരയും. പക്ഷെ എത്ര കരഞ്ഞാലും അത്രയും സ്നേഹമുള്ള ഉമ്മ അല്ലെങ്കിൽ അത്രയും സ്നേഹമുള്ള ഉപ്പ ഈ കത്തി അവന് തിരിച്ചു കൊടുക്കൂല. കാരണം എന്താ? അവർക്ക് ഉറപ്പുണ്ട് ഈ കത്തി ഒരിക്കലും ആ കുട്ടിക്ക് ഖൈറാവൂല, അത് ഷർറായിരിക്കും എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് അതറിയില്ല, കുട്ടി കരയും, ഉപ്പയും ഉമ്മയും അത് കൊടുക്കൂല. അതേപോലെയാണ് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക. പക്ഷെ ഇതെന്തിനാണ് വാങ്ങിച്ചു വെച്ചതെന്ന് അറിയാത്തത് കൊണ്ട് ഈ കുട്ടി കരയുന്നത് പോലെ നമ്മളിങ്ങനെ ഇരുന്ന് കരയുക, അത്രേ ഉള്ളൂ. ഞാൻ നമ്മളൊരു ഉമ്മാമാൻ്റെ ഉദാഹരണം പറഞ്ഞിരുന്നല്ലേ, കഥ. ഇന്നൊരു ഉമ്മാമാൻ്റെ കഥ പറയാം. ആ ഉമ്മാമ ഒരു കാട്ടിൻ്റെ അടുത്താണ് ജീവിക്കുന്നത്. ഒരിക്കൽ ആ ഉമ്മാമ ആകെ അവർക്ക് വരുമാന മാർഗമായിട്ടുണ്ടായിരുന്നത് 2-3 ആടുകളാണ്. ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ഈ ഉമ്മാമാൻ്റെ ആട് കാണുന്നില്ല, ആരോ കട്ടുകൊണ്ട് പോയി. ഉമ്മാമ ആകെ ബേജാറായി. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. കഥയാണ്, കഥയിൽ ചോദ്യമില്ല, സഹീഹാണോ ലൈഫാണോ ഏതാണെന്നൊന്നും ചോദിക്കരുത്, കഥയാണ്. അപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചോനെ, എനിക്ക് എൻ്റെ ആടിനെ കട്ട കള്ളനെ നീ കാണിച്ചു തരണേന്ന് ദുആ ചെയ്തു. ഒരു ദിവസം ദുആ ചെയ്തു, അള്ളാഹു കള്ളനെ കാണിച്ചു കൊടുക്കുന്നില്ല. 2 ദിവസം ദുആ ചെയ്തു, 3 ദിവസം ദുആ ചെയ്തു. ലാസ്റ്റ് പിന്നെ അവർ അള്ളാഹുവിനോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കുക. ഇതെന്ത് പടച്ചോനായത്? എൻ്റെ ആകെ വരുമാന മാർഗമായിട്ടുണ്ടായിരുന്ന ആട് അതെൻ്റെ അടുക്കൽ നിന്ന് പോയി. ഞാൻ എന്നിട്ട് ആകെ ചെറിയൊരു ആവശ്യം അതിനുശേഷം അള്ളാഹിനോട് പറഞ്ഞുള്ളൂ, അതിൻ്റെ കള്ളനൊന്ന് എനിക്ക് കാണിച്ചു തരണം, അത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ ദുആയും സ്വീകരിക്കുന്നില്ല, ഇതെന്ത് പടച്ചോനാ? അവരാകെ പൊറുതികേട് കാണിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് അവർ ഈ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത്, കാടിൻ്റെ അടുത്താണല്ലോ, ഒരു ദിവസം വീട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അടുത്ത മുസീബത്ത്. കാട്ടിൽ നിന്ന് ഒരു പുലി വന്നിട്ട് അവരുടെ നേരെ ഈ ചീറിയെടുത്തു വന്നു, അവരെ പേടിപ്പിച്ചു. വയസ്സായ ഈ ഉമ്മാമ ജീവനും കൊണ്ട് ഓടി. ഓടുന്നതിനിടയിൽ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, പടച്ചോനെ ഇതെന്തൊരു മുസീബത്താണ്, ആദ്യം ആട് പോയി, പിന്നെ കള്ളനെ കാണിച്ചു തന്നില്ല, ഇപ്പം അവസാനം എന്നെ കൊല്ലാൻ വേണ്ടി നീ ഒരു പുലിയെ അയച്ചിരിക്കുകയാണോ? അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കണേ, എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉമ്മാമ ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു അശരീരി പോലെ ഒരു ശബ്ദം അവിടെ ഇങ്ങനെ മുഴങ്ങിക്കേട്ടു എന്നാ. അല്ല സഹോദരി, കുറച്ച് നാൾ മുമ്പ് വരെ അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് നീ എന്നെ എന്തിൻ്റെ പേരിലായിരുന്നു പഴി പറഞ്ഞുകൊണ്ടിരുന്നത്? ആട്ടിനെ കട്ടുകൊണ്ട് പോയ കള്ളനെ കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഇപ്പോഴിതാ ആ കള്ളനെ ഞാൻ കാണിച്ചു തന്നപ്പോൾ നീ അതിൻ്റെ മുമ്പിൽ കിടന്ന് ഓടിയിട്ട് വീണ്ടും എന്നെ വിളിക്കുകയാണോ? എന്നെ രക്ഷിക്കുക എന്ന് പറയുകയാണോ? ശരിക്കും ആടിനെ കട്ടുകൊണ്ട് പോയ കള്ളൻ ആരായിരുന്നു? ഈ പുലിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ആടിനെ പിടിച്ചുകൊണ്ട് പോയത്. ഈ പെണ്ണുകൾ ഇത്രയും നേരം ദുആ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പുലിയെ കാണിച്ചിടണമെന്ന്. അള്ളാഹു ആ പെണ്ണിന് ഖൈറല്ല എന്നറിയാവുന്നത് കൊണ്ട് പിടിച്ചു വെച്ചതാണ്. പക്ഷെ അവസാനം ഈ പെണ്ണുങ്ങളുടെ നിർബന്ധം കാരണം അത് കൊടുത്തപ്പം ആ പെണ്ണുങ്ങളാകെ ബേജാറായി. വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പുലിയെ കാണിച്ചു തരണേ പടച്ചോനേ എന്നാണ്. അത് നമ്മൾ അറിയുന്നില്ല. അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് തരാതിരിക്കുന്നതാണ്, അല്ലാണ്ട് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ രോഗം കൊണ്ട് ഞാൻ എത്ര വർഷമായി ബുദ്ധിമുട്ടുന്നു, എൻ്റെ 21ാമത്തെ വയസ്സ് മുതൽ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ നടുവേദന കൊണ്ട് വേദനിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, ഇപ്പോഴും എവിടെയൊക്കെ കാണിച്ചു, ഏതൊക്കെ ഡോക്ടറെ അടുത്ത് പോയി, ഇപ്പോഴും എൻ്റെ ഈ വേദന മാറുന്നില്ലല്ലോ എന്ന് നമ്മൾ പരാതി പറയാറുണ്ട്. ഒരു പക്ഷേ ആ ഉമ്മാമയോട് പറഞ്ഞതുപോലെ ഒരു അശരീരി അഥവാ എങ്ങാനും ആ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞേനെ, സഹോദരി എന്താണെന്നറിയോ ഞാൻ നിനക്ക് വേദന മാറ്റിത്തരാത്തത്? അഥവാ ഈ വേദന എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നീ ഇതുപോലെ എന്നെ സ്മരിക്കുമായിരുന്നില്ല, വേദനിച്ച് മനസ്സ് പൊട്ടിയിട്ട് എന്നെ വിളിക്കുമായിരുന്നില്ല. നീ അശ്രദ്ധമായി പോകാനുള്ള സാധ്യതയുണ്ട്, നീ ദീനിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വേദനയാണ് എപ്പോഴും നിന്നെ ഞാനുമായി കണക്ട് ചെയ്ത് നിർത്തിപ്പിക്കുന്നത്. അഥവാ ഞാൻ നിൻ്റെ വേദന മാറ്റി നീ ദീനിൽ നിന്ന് അകന്നാൽ ഇവിടുത്തെ ചെറിയ വേദനയിൽ നിന്ന് ഒരുപക്ഷെ നീ രക്ഷപ്പെടും. പക്ഷേ ദുനിയാവിലെ തീയേക്കാൾ 70 ഇരട്ടി തീയുള്ള, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സക്കൂം മരത്തെക്കുറിച്ചും നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തെക്കുറിച്ചൊക്കെ അല്ലേ കേൾക്കുന്നത്. ആ വലിയ വേദന നീ അനുഭവിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് സഹോദര അല്ലെങ്കിൽ സഹോദരി.
അതുകൊണ്ട് ആ വലിയ ട്രാജഡിയിലേക്ക് എത്താതിരിക്കാനാണ് ദുനിയാവിൽ എന്നെ എപ്പോഴും സ്മരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വേദനകൾ നിനക്ക് തരുന്നത് എന്നൊരു അശരീരി പോലെ നമുക്ക് കേൾക്കാം. സാമ്പത്തിക പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് തരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാമ്പത്തിക പ്രയാസവും ഇല്ല, സുഖലോലുപതയിലാണ് കഴിയുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിപ്പോവും? നമ്മളെന്തായാലും അള്ളാഹുവിനെ മറക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് ചിലവിന് കൊടുക്കാൻ കീശയിൽ പരതുമ്പോൾ ടൈറ്റ് വരുന്നതുകൊണ്ടല്ല അള്ളാഹുവെ സഹായിക്കണേ റബ്ബേ എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിലോ നമ്മളൊക്കെ ഈമാൻ ബലഹീനരായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വെറുക്കും. നമ്മൾ ചോദിച്ചത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ അത് അള്ളാഹുവിന് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ചോദിച്ചതൊക്കെ അള്ളാഹു തരും, ഉറപ്പാണ്. 3 തരത്തിലുള്ള സമീപനമാണ് അള്ളാഹു സ്വീകരിക്കുക നമ്മുടെ ദുആയോട്. എന്താ 3? ഒന്നെങ്കിൽ ഐ വിൽ ഗിവ് യു നൗ, നമ്മൾ ചോദിച്ച സാധനം പെട്ടെന്ന് ഇപ്പം തന്നെ അള്ളാഹു തരും നമുക്ക് ഖൈറാണെങ്കിൽ. അല്ലെങ്കിലോ ഐ വിൽ ഗിവ് യു ലേറ്റർ, ഇപ്പം നിനക്കത് കിട്ടുന്നത് ഖൈറാണ്. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അള്ളാഹു അന്നങ്ങാണ് ആ ജോലി കിട്ടിയിട്ട് ഞാൻ ഗൾഫിൽ പോയിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും അവസ്ഥ? പക്ഷെ ആ സമയത്ത് നമ്മൾ കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, ആ ജോലി തരണേ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് നമ്മൾ തന്നെ പറയും, അന്നങ്ങാണ് ആ ജോലി കിട്ടിയിട്ട് ഞാൻ ഗൾഫിൽ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? അന്നങ്ങാനം ഞാൻ ആ ചോദിച്ച കാര്യം കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പം ആ ബന്ധം ശരിയായിട്ട് ആ കല്യാണം കാണാൻ നടന്നു പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? പക്ഷേ ഒരു കാലത്തെ ഒരുപാട് രാത്രികളിൽ നമ്മുടെ പ്രാർത്ഥനയായിരുന്നു മകളെ ആ വിവാഹം ശരിയാക്കി കൊടുക്കണമെന്ന്. പക്ഷെ ആ കല്യാണത്തെക്കുറിച്ച് തന്നെ നമ്മൾ പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. അപ്പോൾ നമ്മൾ ദുആ ചെയ്താൽ ഒന്നെങ്കിൽ ഐ വിൽ ഗിവ് യു നൗ, ഞാൻ ഇപ്പം തരും. അല്ലെങ്കിലോ ഐ വിൽ ഗിവ് യു ലേറ്റർ, ഞാൻ പിന്നീട് തരാം. അതല്ലെങ്കിലോ മൂന്നാമത്തെ സമീപൻ ഐ ഹാവ് എ ബെറ്റർ പ്ലാൻ ഫോർ യു. അടിമേ, ഇതിനെക്കാട്ടി വേറൊരു നല്ല പ്ലാൻ എൻ്റെ അടുക്കലുണ്ട്, ഇത് വേണ്ട നിനക്ക്, ഞാൻ അത് നിനക്ക് തരാം കേട്ടോ എന്ന് അള്ളാഹു പറയും. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമുക്ക് പരാതി വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ എത്തിയിട്ട് സ്വീകരിക്കപ്പെടാതെ പോയ അവൻ്റെ ദുആക്ക് കിട്ടുന്ന പ്രതിഫലം അവനിങ്ങനെ കാണുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ചിട്ട് പോകും, പടച്ചോനെ ദുനിയാവിൽ എൻ്റെ ഒരു ദുആയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ ആലോചിച്ചു പോകുന്നു. കാരണം അത്രയും പ്രതിഫലം ഐ ഹാവ് എ ബെറ്റർ പ്ലാൻ ഫോർ യു. അപ്പം നമുക്ക് നഷ്ടപ്പെടുവാനില്ലെന്തൊങ്കി കൈവിലങ്ങുകളല്ലാതെ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൽ വിശ്വസിച്ച് അവനിൽ ഭരമേൽപ്പിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഷർറുകൾ വന്നാലും അതിനെയൊക്കെയും ഖൈറാക്കി മാറ്റിമറിക്കാനുള്ള അത്ഭുത സിദ്ധിയുള്ള ഒരു മഹാസംവിധായകനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. നമ്മൾ ആദ്യം കാണുന്ന രംഗം എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളുടെ കൂട്ടത്തിൽ യൂസുഫ് നബിയെ അതിയായി സ്നേഹിക്കുന്നു. അതല്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. യൂസുഫ് നബി അതിയായി സ്നേഹിക്കുന്നു, യൂസുഫ് നബിയോട് ഭയങ്കര ഇഷ്ടം. യൂസുഫ് നബിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാലോചിച്ച് നോക്കി, ബാക്കിയുള്ള കഥ ഒന്നും നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. ഒരു വാപ്പ മക്കളുടെ കൂട്ടത്തിൽ തന്നെ മാത്രം കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് ഷർറാണോ ഖൈറാണോ? എന്നെ മാത്രം കൂടുതൽ സ്നേഹിക്കുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ കാണുന്നത്? ഖൈറല്ലേ, അത് ഏറ്റവും വലിയ ഖൈറാണ്. നമ്മൾ വിചാരിച്ചു അത് ഖൈറാന്ന് വിചാരിച്ച് സന്തോഷിച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പം അത് യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷർറായി മാറുകയാണ്. വാപ്പ അങ്ങനെ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് സഹോദരന്മാർ അസൂയ വെക്കുന്നത്, അതുകൊണ്ടാണ് സഹോദരന്മാരെടുത്ത് കൊണ്ടുപോയി കിണറ്റിലിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ഖൈറാന്ന് വിചാരിച്ചു, കഥ ഇങ്ങനെ കണ്ടു വന്നപ്പോൾ ടേണ് കഥ അങ്ങനെ തന്നെ മാറി മറിയുന്നു. നമ്മൾ ഖൈറാണെന്ന് വിചാരിച്ച കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷർറായി മാറുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്നത് യൂസുഫ് നബി ഒരു വസ്ത്രം പോലും ഇല്ലാതെ സ്വന്തം കൂടപ്പിറപ്പുകളാൽ ഒറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ട് ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് നരകിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഖൈറാണോ ഷർറാണോ? ഷർറാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കും, പട്ടച്ചവനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ എത്ര വലിയ ഷർറാണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് നമ്മൾ ആ സിനിമ വീണ്ടും ഇങ്ങനെ കാണുക, അല്ലെങ്കിൽ ആ കഥ ഇങ്ങനെ വായിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഷർറാണെന്ന് വിചാരിച്ച കാര്യമുണ്ട്, പെട്ടെന്ന് അങ്ങനെ തന്നെ ടേണ്. ആ കിണറ്റിൽ കിടന്നതുകൊണ്ടാണ് കച്ചവട സംഘം കണ്ടതുകൊണ്ടാണ് അവർ പിന്നീട് മാർക്കറ്റിൽ പോയി വിറ്റതും മാർക്കറ്റിൽ നിന്ന് അദ്ദേഹം ഇമ്രഅത്തുൽ അസീസ് മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നു, ഒരു വലിയ കൊട്ടാരത്തിലേക്ക് എത്തി. നമ്മൾ കിണറ്റിൽ വീണത് ഷർറാണെന്ന് വിചാരിച്ചെങ്കിലും ആ ഷർറിനെ അള്ളാഹു അങ്ങനെ തന്നെ തിരിച്ച് ഖൈറാക്കി മാറ്റി. ഒരു ദരിദ്രമായ കുടുംബത്തിൽ നിന്ന്, ദരിദ്രമായ വീട്ടിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തി? ഒരു കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലോ സാധാരണക്കാരല്ല എത്തിയത്. അക്രിമി മസ്വാഹു അസ അയ്യൻഫഅനാ ഔ നത്തഖിദഹു വലദ. അയാൾ പറയാ, ഇവനെ നീ ബഹുമാനിക്കണേ,
ഒരു പക്ഷേ ഇവൻ നമുക്ക് ഉപകാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവനെ നമുക്കൊരു മകനായി വളർത്താം. അപ്പം അത്രയും ഉയർന്ന ദർജയിലാണ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ ഓഹോ കൊട്ടാരത്തിലേക്ക് എത്തി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ഖൈർ വന്നു, അത് മഹാ ഖൈറാണ് എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങുമ്പോൾ, കുറച്ചിങ്ങനെ ഓതി വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് കൊട്ടാരത്തിലുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതങ്ങനെ വീണ്ടും ട്വിസ്റ്റാകുക, ടേണാകുക. അത് ഞാൻ പറഞ്ഞത് ട്വിസ്റ്റും ടേണുകളും ത്രില്ലിങ്ങും ഒക്കെ ഒരുപാടുള്ള കഥയാണ് യൂസുഫ് നബിയുടെ ചരിത്രം. ഇത് നമ്മൾ ആദ്യം അറിഞ്ഞുകൊണ്ട്, നമുക്ക് ആദ്യം അറിയത്, അത് ആദ്യം അറിഞ്ഞുകൊണ്ട് വായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ രസം കിട്ടാത്തത്. ആ കൊട്ടാരത്തിൽ കഴിയുന്നത് ഖൈറാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും അത് ഷർറായി മാറും. കൊട്ടാരത്തിൽ കഴിഞ്ഞത് കൊണ്ടാണ് ഇമ്രഅത്തുൽ അസീസിന് ആഗ്രഹം തോന്നിയത്. അതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജയിൽ പ്രവേശനത്തിലേക്ക് കാരണമായത്. ആ ഖൈറാണെന്ന് വിചാരിച്ച കാര്യം ഷർറായി മാറുക. പിന്നെ നമ്മൾ ചുരുക്കി പറയാം, പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. അടുത്ത ഷർറ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നു. നമ്മൾ വിചാരിച്ച് ജയിലിൽ അദ്ദേഹം കിടന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഭയങ്കര ഷർറായിപ്പോയി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെയും അടുത്ത ടെസ്റ്റ് വരുന്നു. ജയിലിൽ കിടന്നതുകൊണ്ടാണ് രണ്ടാളെ പരിചയപ്പെട്ടത്, അവർക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത്. ആ ഒരാളുടെ സ്വപ്ന വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് പിന്നീട് രാജാവ് സ്വപ്നം കണ്ടപ്പം അയാൾ ഓടി വന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചത്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിൻ്റെ അടുക്കൽ പോകാനും പിന്നീട് ആ നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് അദ്ദേഹം എത്താനും ഉണ്ടായ കാരണം ആ ജയിൽവാസമായിരുന്നു. അപ്പോൾ നമ്മൾ ഷർറാണെന്ന് വിചാരിച്ചിരുന്ന ആ ജയിൽവാസം പിന്നീട് അങ്ങനെ തന്നെ മാറി മറിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഖൈറിൻ്റെ സബബായി കാരണമായി മാറുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആ തിയറി പ്രാക്ടിക്കലായിട്ട് അള്ളാഹു നമുക്ക് അസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും, അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും, വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും. നമ്മൾ പലപ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ പ്രതിസന്ധികളുടെയും, അദ്ദേഹം ഒരു കിണറ്റിലാണ് വീണതെങ്കിൽ നമ്മളും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും ഒരുപാട് വിഷമങ്ങളുടെയും ഒക്കെ കിണറ്റിൻ്റെ അകത്താണ് ഉള്ളത്, അല്ലേ? പ്രശ്നവും പ്രയാസവും ഇല്ലാത്ത ആരുമില്ലല്ലോ. അങ്ങനെയുള്ള കിണറ്റിൻ്റെ അകത്താണ് ഉള്ളത്. ഈ കിണറ്റിൻ്റെ അകത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂടപ്പിറപ്പുകൾ ഒറ്റക്കാക്കിയതുപോലെ നമ്മളെ സഹായിക്കാൻ ഈ പ്രതിസന്ധിയിൽ ആരും വന്നില്ല. ഒന്നുമില്ലെങ്കിലും ഓനെൻ്റെ സഹോദരനല്ലേ ഉസ്താദ്, ഓനെൻ്റെ അനിയനല്ലേ, ഏട്ടനല്ലേ, ഓനിക്കൊരു 10,000 രൂപ വായ്പ വന്നൂടെ നമ്മൾ ചോദിക്കാറില്ലേ? ഓനിക്കൊരു 10,000 രൂപ വായ്പ വന്നില്ലേ? അത്യാവശ്യം വരുമാനമുള്ള സമയമല്ലേ ഇപ്പം, ഓൻ ഗൾഫിലെല്ലാം പോയിട്ട് പൈസ ഉണ്ടാക്കിയ സമയമല്ലേ? ഇന്നലെ മെനഞ്ഞാന്ന് ഓൻ വീണ്ടും ഒരു പുതിയ കാർ എടുത്തു എന്ന് പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. ഓൻ എനിക്ക് ഒരു 10,000 രൂപ ഒരു വായ്പ വന്നൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ. ഇല്ല, പ്രതിസന്ധികളുടെ കിണറ്റിലാണ് നമ്മൾ. കൂടപ്പിറപ്പുകൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ ലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസൂ മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കൂടപ്പിറപ്പുകൾ ഒറ്റപ്പെടുത്തട്ടെ, ബാക്കിയുള്ള നാട്ടുകാരും ഒറ്റപ്പെടുത്തട്ടെ, ഞാൻ സ്നേഹിക്കും പിന്തുണക്കും എന്ന് വിചാരിച്ചവരൊക്കെ നിങ്ങളെ തനിച്ചാക്കട്ടെ. പക്ഷേ നിങ്ങൾ നിരാശരാകണ്ട. ആരുടെ കൂടെ? അള്ളാഹുവിൻ്റെ കൂടെ. ഈ കിണറ്റിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹു വിചാരിച്ചാൽ നിങ്ങളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ നമ്മൾ ജയിലിലായിരിക്കും, പല കുടുക്കുകളുടെയും ഇടയിലായിരിക്കും. പക്ഷേ ഈ കുടുക്കുകളിൽ നിന്ന് ഒരു മന്ത്രിയാക്കാൻ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആർക്ക് കഴിവുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. അത് നമ്മൾ ഉറച്ച് മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ഇങ്ങനെ പാഠം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. പക്ഷേ ഒരു പക്ഷേ ഉണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതുപോലെ അള്ളാഹു നമ്മയും സഹായിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഇടപെടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഷർത്തുകളുണ്ട്. അതും സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിച്ചതുപോലെ അള്ളാഹു നമ്മളെ സഹായിക്കുക. ഏതാ 3 കാര്യങ്ങൾ? എല്ലാം ഖുർആനാട്ടോ, ഒന്നും ഞാൻ പുറത്തുനിന്ന് പറയുന്നില്ല. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഒന്നാമത്തേത്, അതും ക്ലൈമാക്സിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, കഥയുടെ അവസാനത്തിൽ. എനിക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്നറിയോ? അതിന് 3 രഹസ്യക്കൂട്ടുകളാണ് ഉള്ളത്. ഒന്ന് യത്തഖി, തഖ്വ വേണം. വയസ്ബിർ, രണ്ടാമത്തത് ക്ഷമ വേണം. പിന്നെ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു മുഹ്സിനീങ്ങളുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കുകയില്ല. അപ്പോൾ 3ാമത്തെ ഷർത്ത് ഇഹ്സാൻ ഉണ്ടാവണം. ഏതൊക്കെയാണ് 3 ഷർത്ത്? 1 തഖ്വ ഉണ്ടാകണം, 2 സബർ ഉണ്ടാകണം,
3 ഇഹ്സാൻ ഉണ്ടാകണം. ഈ 3 ഗുണങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ദർജയിൽ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചത്. തഖ്വ ഉണ്ടായിരുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ കുടുങ്ങുമെന്ന് പേടിയുള്ള, നമ്മളെ കുടുക്കുമെന്ന് നമ്മൾ ഭയക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹുവിനെ പേടിച്ച് ഒഴിവാക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ തഖ്വ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞാണല്ലോ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഒന്ന് ചെറുങ്ങനെ കണ്ണടച്ചു കൊടുത്താൽ ചെറിയ രീതിയിൽ സുഖിക്കാം, ആസ്വദിക്കാം. പക്ഷേ അള്ളാഹുവിനെ പിടിച്ച് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ പേടിച്ച് ആ സുഖത്തിൽ നിന്ന് മാറി നിന്നു, തഖ്വ ചെയ്തു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആഖിറത്തിൽ നിൽക്കുമെന്ന ഭയപ്പാട് കൊണ്ട് ഹറാമായ പലതും ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആയാൽ ഒന്നാമത്തെ ഷർത്ത് പൂർത്തീകരിച്ചു, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബാക്കിയുള്ള 2 പൂർത്തീകരിച്ച് 3 ഒരുമിച്ചുണ്ടാവുമ്പോൾ മാത്രമേ അള്ളാഹു സഹായിക്കൂ. തഖ്വയുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു. ആരാ കഥ പറഞ്ഞു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവമാണ്. പണ്ടേ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് ഈ സംഭവം കേൾക്കാറുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പാണിത് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് എന്ന് മനസ്സിലായത്. ഭയങ്കര സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ്. ഒരു നാട്ടിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഒരു ഭൂമി വിലക്ക് വാങ്ങി. പൈസ ഒക്കെ കൊടുത്ത് കരാറൊക്കെ പൂർത്തീകരിച്ച് ഇടപാടൊക്കെ തീർത്തു. എന്നിട്ട് ഇയാൾ വാങ്ങിച്ച ഈ ഭൂമിയിൽ ഇയാൾ കൃഷിക്ക് വേണ്ടിയിട്ട് കിളച്ച് മറിക്കാൻ വേണ്ടി തുടങ്ങി. ഭൂമി പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി. പണിയെടുക്കുന്നതിനിടയിൽ ആ ഭൂമിയുടെ അകത്ത് നിന്ന് ഇയാൾക്ക് ഒരു ചെറിയ ഒരു കുടം കിട്ടി. അങ്ങനെ പറയാം നമുക്ക്, ഒരു കുടം. ആ കുടം തുറന്നു നോക്കിയപ്പോൾ അതിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട്, നിധിയുണ്ട്. റസൂൽ പറയുന്ന സംഭവമാണ്. സ്വർണ്ണ നാണയങ്ങളുണ്ട്, നിധിയാണത്. വലിയ വിലപിടിപ്പുള്ള സാധനം. അയാൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറേ നേരം ആലോചിച്ചു, എന്ത് ചെയ്യണം, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് ആലോചനയുടെ അവസാനത്തിൽ അയാൾ ആ കുടവ് എടുത്തിട്ട് നേരെ ഈ ഭൂമി ആരിൽ നിന്നാണോ വാങ്ങിച്ചത് അയാളുടെ വീട്ടിലേക്ക് പോയി. അയാളെ മുട്ടി വിളിച്ചു. പുറത്തേക്ക് അയാൾ വന്നു. അയാളോട് പറഞ്ഞു, സഹോദര, ഇന്നമശ്തറൈതു മിൻകൽ അർള് വലം അബ്തഅ മിൻക ദഹബ്. ഞാൻ നീയുമായിട്ട് കരാറ് ചെയ്തിട്ട് നിനക്ക് പൈസ തന്ന് വാങ്ങിച്ചത് ഭൂമിയാണ്. ആ ഭൂമി എൻ്റെതാണ്. പക്ഷേ ആ ഭൂമിയുടെ അകത്ത് നിന്ന് കിട്ടിയ ഈ സ്വർണം, അതിന് ഞാൻ നിനക്ക് പൈസ തന്നിട്ടില്ല. അത് എൻ്റെതല്ല, അത് നിൻ്റെതാണ്. അതുകൊണ്ട് ഇത് നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. കാരണം അഥവാ ഇത് നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാത്ത, എനിക്ക് അർഹതപ്പെടാത്ത ഈ സ്വത്ത് ഞാനെടുത്ത് ഭക്ഷിച്ചാൽ നാളെ അള്ളാഹിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അള്ളാഹു നിനക്ക് അർഹതപ്പെടാത്തത് നീ എന്തുകൊണ്ട് തിന്നു എന്ന് ചോദിച്ചാൽ എനിക്കെന്തു മറുപടി ഉണ്ടാവും? അള്ളാഹു തഖ്വ നോക്കിയേ. അതാണ് തഖ്വ. ആഖിറത്തിൽ കുടുങ്ങുമോ എന്നുള്ള പേടിയിൽ നമുക്കുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുക. അത് ചിലപ്പോൾ ഹലാൽ ഒഴിവാക്കേണ്ടി വരും. ആഖിറത്തിൽ കുടുങ്ങുമോ എന്നുള്ള പേടിയിൽ പല കാര്യങ്ങളെയും ഒഴിവാക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ഹലാലായിരിക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് ചിലപ്പോൾ അത് ഹറാമിലേക്ക് എത്തിക്കാൻ സാധ്യത ഉണ്ടാവും. നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഈ സഹോദരൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ നിധി, ആ സ്വർണ്ണക്കെട്ട് അയാളെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ പക്ഷേ സ്വീകരിക്കാതെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, സഹോദര, അങ്ങനെയല്ല, ഇന്നമാ ബിഅതുകൽ അർള വമാ ഫീഹ. ഞാൻ ഭൂമി വിറ്റപ്പം ആ ഭൂമിയിലുള്ള മുഴുവനും നിനക്ക് വിറ്റതല്ലേ? അതിലുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ എല്ലാം ഞാൻ നിനക്ക് വിറ്റതല്ലേ? അപ്പം അതിൽ ഇതും പെട്ടു. ഇതും ആ ഭൂമിക്കുള്ളിൽ തന്നെ ഉള്ളതായതല്ലേ? അതുകൊണ്ട് ഞാൻ വിറ്റപ്പോൾ ഇത് മുഴുവനായിട്ടാണ് നിനക്ക് വിറ്റത്. ഇത് നിനക്ക് അർഹതപ്പെട്ട സ്വത്താണ്, എനിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല. ഇതെങ്ങാനും നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഭക്ഷിച്ചാൽ നാളെ ആഖിറത്തിൽ പോയി എൻ്റെ റബ്ബിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നീ എന്തിനാണ് നിനക്ക് അർഹതപ്പെടാത്ത സാധനം തിന്നതെന്ന് എന്നോട് എൻ്റെ റബ്ബ് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയും? ഞാൻ കുടിക്കപ്പോലെ സഹോദര, ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒരു മതിലെങ്കിലും പണിതിട്ട് അവൻ്റെ ഒരു 10 സെൻറ്റിൽ നിന്ന് 1 സെൻറ്റ് എങ്ങനെ ഇങ്ങോട്ട് കരസ്ഥമാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഭയങ്കര പ്ലാനിങ് അല്ലേ? പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ തഖ്വയുടെ ഉയർന്ന അവസ്ഥയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം. ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. നീ സ്വീകരിക്കണം, ഞാൻ സ്വീകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അവസാനം അവരുടെ നാട്ടിൽ തന്നെയുള്ള ഫതഹാകമ ഇല റജുലിൻ, അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യനോട്, ഇവരെ പോലെ മുത്തഖിയായ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവർ ഈ കേസുമായിട്ട് പോയി ഇതിൽ വിധി പറയാൻ വേണ്ടി പറഞ്ഞു. അയാൾ ഇതൊക്കെ കേട്ടു. അയാൾ അതിലും വലിയ തഖ്വയുള്ള ആളായിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു. അയാൾ ചോദിച്ചു, അലക്കുമാ വലദ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ആൺകുട്ടി ഈ നിൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ.
എന്നിട്ട് ഈ പണം, ഈ തുക ഇവരുടെ രണ്ടുപേരുടെ വിവാഹ ചെലവിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി അവരെടുത്തുകൊള്ളട്ടെ. പ്രശ്നം അതോടുകൂടി പരിഹരിക്കാം. എത്ര സുന്ദരമായ കാലഘട്ടമല്ലേ. നമുക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി കൊതിയാകുന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞ് ആ കഥ അവിടെ അവസാനിപ്പിച്ചു. ഇതാണ് തഖ്വ. ഞാനെങ്ങാനും അത് ചെയ്തു പോയാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോകുമ്പോൾ ഞാൻ എന്തു മറുപടി പറയും എന്ന ഒരു ചിന്ത, എന്നൊരു ബോധം പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തണം. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവണം. എന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. ഒന്നാമത്തത്. രണ്ടാമത്തത് ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ക്ഷമ വേണം. ഇന്ന് ദുആ ചെയ്ത് ഇന്ന് തഖ്വയെല്ലാം ഉണ്ടാക്കി എന്നിട്ട് അള്ളാഹുവെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേറ്റപാട് എന്താ സഹായം വരാത്തതെന്ന് ചോദിക്കരുത്. ക്ഷമ വേണം. സ്ലോ ഈസ് ഫാസ്റ്റ് എന്നാ പറയാം. എന്താ സ്ലോ ഈസ് ഫാസ്റ്റ്? ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ലോ ആണ്, മെല്ലെ ഉണ്ടാവും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ മുഴുവൻ മുസീബത്തും മാറുന്നത് എത്ര കൊല്ലം കൊണ്ടാണ്? മുഴുവൻ മുസീബത്തും മാറി പിതാവിലേക്ക് തിരിച്ചെത്തുമ്പോഴല്ലേ? ഏകദേശം 30 കൊല്ലം കഴിഞ്ഞിട്ട്. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 30 കൊല്ലമാണ് അദ്ദേഹം പിതാവിൽ നിന്ന് വിദൂരമായി നിന്നത്. 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വാപ്പാടത്തേക്ക് എത്തുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫറജ് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? 30 കൊല്ലം. ജയിലിൽ കിടന്ന എത്ര വർഷം? 9 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. വയസ്ബിർ, ക്ഷമ വേണം. നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം ഈ ക്ഷമയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അറബ് രാജ്യങ്ങളിൽ പ്രശ്നം വന്നപാട് പല പള്ളികളിലും കുനൂത്ത് തുടങ്ങി. നാസലത്തിൻ്റെ കുനൂത്തിൽ കരച്ചിൽ പിടിച്ചിൽ ദുആ, അല്ലാഹുമ്മ ദമ്മിർ അഅദാന വഅഅദാക ശത്തിത് ശംലഹും ഫർരിഖ് ജംഅഹും. ഭയങ്കരത്തിൽ ദുആ. നമ്മൾ ആദ്യത്തെ ദിവസം ദുആ ചെയ്ത് പിറ്റേന്ന് വലിയ പ്രതീക്ഷയോടുകൂടി പത്രം എടുത്ത് നോക്കും, അന്നും ഭയങ്കര കുഴപ്പം. രണ്ടാമത്തെ ദിവസം ദുആ ചെയ്ത്, മൂന്നാമത്തെ ദിവസം ദുആ ചെയ്ത്, നാലാമത്തെ ദിവസം ദുആ ചെയ്ത്, അഞ്ചാമത്തെ ദിവസം ദുആ ചെയ്ത്, ആറാമത്തെ ദിവസം പത്രം നോക്കുമ്പോഴും അപ്പോഴും നമ്മുടെ നാടുകളിൽ ബോംബ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ പ്രതീക്ഷ കുറച്ച് കുറയും. ആറാമത്തെ ദിവസം പിന്നെ കുനൂത്ത് നാസിലത്തിന് കൈവെക്കുമ്പോൾ നമ്മുടെ ആവേശം കുറച്ച് ചോർന്നു പോകും അല്ലേ? 7ഉം 8ഉം കഴിഞ്ഞ് 9ാമത്തെ ദിവസമാകുമ്പോൾ കുനൂത്ത് നാസിലത്തിന് പൊക്കാനേ ഒരു ആവേശം ഉണ്ടാവില്ല. കാരണം എന്താ? ദുആ ചെയ്തിട്ട് മാറ്റം കാണുന്നില്ല. 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഉസ്താദും ചുരുക്കും. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്ത് പറഞ്ഞ് അല്ലാഹുമ്മ അൻസുറിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ മാത്രമാക്കിയിട്ട് ഉസ്താദ് അത് ചുരുക്കും. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം, അതൊരിക്കലും ശരിയാവില്ല. കാരണം സൂറത്ത് യൂസുഫ് ഇറങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് വർഷമാണ് നമ്മൾ പറഞ്ഞത്? ആമുൽ ഹുസനിലാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. ആമുൽ ഹുസന് നുബുവത്ത് കിട്ടിയിട്ട് എത്രാമത്തെ വർഷം? 10ാമത്തെ വർഷമാണ്. അതായത് നുബുവത്ത് കിട്ടി, നബിതങ്ങൾ നബിയായ പിറ്റേന്ന് തന്നെ അള്ളാഹു സഹായിച്ചോ? ഇല്ല. 10 വർഷം കഴിയുമ്പോൾ റസൂൽ എവിടെയുള്ള? ആമുൽ ഹുസനിലുള്ള, ദുഃഖത്തിലുള്ള. അല്ലാഹു അക്ബർ. നുബുവത്ത് കിട്ടിയപാട് അള്ളാഹിൻ്റെ സഹായം കിട്ടിയോ? ഇല്ല. നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ റസൂൽ എവിടെയാന്ന് നോക്കിയേ? ആമുൽ ഹുസനിലുള്ള 10ാമത്തെ വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം കഴിഞ്ഞപ്പോൾ ആമുൽ ഹുസനിലാണെങ്കിൽ നമ്മൾ 4 ദിവസം കുനൂത്ത് ഓതിയിട്ട് 5ാമത്തെ ദിവസം സഹായം കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഫിർഔന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നമ്മൾ ഫിർഔനെ തകർത്ത ചരിത്രം, മൂസാ നബി അള്ളാഹു സഹായിച്ച ചരിത്രം അല്ലേ? നൈൽ നദി കടത്തിയ ആവേശത്തോടു കൂടി പറയും അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് പറയും. എന്നിട്ട് നമ്മൾ ആ കഥയൊക്കെ കേട്ട് പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹു തരാതാവുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫിർഔൻ എപ്പം തുടങ്ങിയതാ? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളിഉ ത്വായിഫത മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ അവൻ കൊന്നു നിർത്തില്ലേ അല്ലേ? ബനൂ ഇസ്രായേലിലെ ആൺകുട്ടികളെ മൊത്തം അവൻ അറുകൊല ചെയ്തില്ലേ? ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചിട്ട് പോലുമില്ല. അതിനുശേഷം മൂസാ നബി ജനിച്ച് ഫിർഔന് ബനൂ ഇസ്രായേൽ അടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മൂസാ നബി ഫിർഔൻ്റെ കൊട്ടാരത്തിൽ വളർന്ന് വലുതായി. ഇവിടെ ഫുള്ള് പീഡനങ്ങളാണ്, വേദനകളിലാണ്, ബുദ്ധിമുട്ടിലാണ്. എല്ലാം കഴിഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് യാത്ര ചെയ്ത് അവിടെ പോയി. അവിടെ 8ഉം 10ഉം വർഷം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് ഒരുപാട് കാലം ഫിർഔനെയും സമൂഹത്തെയും അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം അള്ളാഹു സുബ്ഹാനഹു തആല ഫിർഔനെ നശിപ്പിക്കുന്നത്. എത്ര വർഷത്തെ പ്രോസസ്സാണ്. ശരിയാണ്, ഫിർഔനെ നശിപ്പിച്ചതുപോലെ മൂസാ നബിയെ സഹായിച്ചതുപോലെ അള്ളാഹു സഹായിക്കും. പക്ഷേ സ്ലോ ഈസ് ഫാസ്റ്റ്. വയസ്ബിർ. തഖ്വ ചെയ്ത പിറ്റേന്ന് നേരെ ജയിലിൽ പോകേണ്ടി വന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരക്ഷരം ഒലുക്കാമാന്നെതിര് പറഞ്ഞില്ല. വയസ്ബിർ, ക്ഷമിച്ചു നിന്നു. അള്ളാഹു സഹായിക്കും എന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം ഉറച്ചു നിന്നാൽ ഫഇന്നല്ലാഹ ലാ യുളിഉ, അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. ഇന്നൊരു ശർത്തും കൂടിയുണ്ട്, മുഹ്സിനീൻ, ഇഹ്സാൻ വേണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ?
നന്മ പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് നന്മ പ്രവർത്തിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം പറഞ്ഞു, തഖ്വ സബറൊക്കെ ആയി. ജനങ്ങളോട് കൂടപ്പിറപ്പുകളോട് നന്മ പ്രവർത്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അദ്ദേഹം ഭയങ്കര മുഹ്സിനായിരുന്നു. ജയിലിൽ കയറിയ ഉടനെ രണ്ടാളുകൾ അദ്ദേഹത്തോട് സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി വരുന്നുണ്ടല്ലേ. ഈ രണ്ടാളുകൾക്ക് എങ്ങനെ മനസ്സിലായി യൂസുഫ് നബിക്ക് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാമെന്ന്? അദ്ദേഹം പോസ്റ്റർ അടിച്ചിട്ടില്ലല്ലോ, ഈ നമ്പറിൽ ബന്ധപ്പെടുക, സ്വപ്നം ആരെങ്കിലും കണ്ടാൽ അവർക്ക് വ്യാഖ്യാനം അറിയുമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ, കോൾ ചെയ്യരുത് എന്നെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവർക്ക് എങ്ങനെ മനസ്സിലായി? യൂസുഫ് നബിയുടെ ഒരു പ്രത്യേക ഗുണം, അദ്ദേഹം ഭയങ്കര മുഹ്സിനായിരുന്നു. എല്ലാവർക്കും അദ്ദേഹം നന്മ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാവർക്കും ഇഹ്സാൻ ചെയ്തപ്പം ബാക്കിയുള്ളവരുടെ മനസ്സിൽ അള്ളാഹു ഒരു ചിന്ത ഇട്ട് കൊടുത്തു. എന്താ ചിന്ത? ഇഹ്സാൻ ചെയ്യുന്ന ആൾ, നന്മ ചെയ്യുന്ന ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അറിവുള്ള ആളായിരിക്കും എന്നുള്ളൊരു ബഹുമാനവും ആദരവും അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത് അവർക്കറിയാതെ തോന്നിപ്പോയി, ഇയാളടുത്ത് പോയാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം കിട്ടും തോന്നിപ്പോയിട്ട് അദ്ദേഹം, അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണേ. കാരണം അങ്ങയോട് തന്നെ ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഖുർആൻ എത്ര സുന്ദരല്ലേ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അങ്ങേ ഞങ്ങൾ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ് കാണുന്നത്, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മിനിറ്റ് ഇരിക്കൂലായിരുന്നതാ, ആർക്ക് വേണമെങ്കിലും എന്ത് ഖിദ്മത്തും പോയി ചെയ്തു കൊടുക്കുന്ന. ജയിലിൽ ആർക്കും വെള്ളം വേണം വെള്ളം, ആർക്കെങ്കിലും കാല് വേണം, എല്ലാ ഖിദ്മത്തും അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു എന്നാ ജയിലിൽ വെച്ച്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിനെ അള്ളാഹു അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. എന്നിട്ടോ പിന്നീട് അദ്ദേഹം 9 വർഷം ജയിലിൽ കിടന്നു. ഇവർ പുറത്തുപോയി. 9 വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ സ്വപ്നവുമായിട്ട് ആ മനുഷ്യൻ രണ്ടാമത് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന സമയത്തും ആ മനുഷ്യൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. 2 പ്രാവശ്യം ആവർത്തിച്ച് സൂറത്ത് യൂസുഫിൽ 2 പ്രാവശ്യം അത് ആവർത്തിക്കുന്നത്. അതായത് 9 വർഷം ജയിലിലൊക്കെ കടന്ന് എട്ടങ്ങേറായി. ആദ്യമൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ആദ്യത്തെ 10, അവസാനത്തെ 10 എത്തിക്കാഫ്രിക്കാൻ വന്ന ഫസ്റ്റത്തെ 2 ദിവസം ഫുൾ ക്ഷമിച്ച് നല്ല സ്വഭാവം, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഒറ്റരാവ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒറ്റരാവിൽ ഭയങ്കര തിരക്കായി, എൻ്റെ ബെഡും കാണുന്നില്ല, തലകാണിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ ദേഷ്യം പിടിച്ച് എല്ലാ ക്ഷമയും പൊട്ടി, ദേഷ്യം അങ്ങോട്ടും ചൂടായി ഇങ്ങോട്ടും ചൂടായി. അങ്ങനെയല്ല, 9 വർഷം ജയിലിൽ കിടന്ന്, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഇഹ്സാനിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇഹ്സാൻ ഉണ്ടാവണം, എല്ലാവർക്കും നന്മ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്ത് 0 എക്സ്പെക്റ്റേഷൻ, ഒന്നും തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി. യൂസുഫ് നബിയുടെ നന്മയുടെ പ്രത്യേകത അതായിരുന്നു. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണം. അതായത് സൃഷ്ടികളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ സൃഷ്ടാവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. സാധാരണ സൈക്കോളജി ക്ലാസ്സിലും ഇത് പറയും. എന്ത്? നിങ്ങളുടെ ജീവിതം ഹാപ്പി ആക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കണമെങ്കിൽ നിങ്ങൾ ഗിവിങ് സ്വഭാവം വേണം, എല്ലാം നൽകാൻ പറ്റണം, വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്ന് സൈക്കോളജി ക്ലാസ്സിൽ പറയും. ഒന്നും തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കാതെ. കാരണം എന്താ? ഞാൻ മുഫീദിനൊരു ഉപകാരം ചെയ്തു, മുഫീദ് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ നാളെ മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര വിഷമവും. നമ്മളുടെ വിഷമത്തിൻ്റെ, നമ്മളുടെ ടെൻഷൻ്റെ, ബാക്കിയുള്ള കൂടെ താമസിക്കുന്നവരുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എടുത്തു നോക്കിയാൽ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ബേജാറായി, വിഷമായി. എന്നാലും ഞാൻ ഓനിക്ക് ഇത്രയെല്ലാം ഉപകാരം ചെയ്തിട്ട് ഓൻ എന്നെ ഒന്നും പരിഗണിക്കണ്ടേ, ഒന്ന് നോക്കണ്ടേ, ചിരിക്കണ്ടേ എന്നാണ് നമ്മൾ പ്രശ്നം. അപ്പോൾ സൈക്കോളജി പറയുന്നത് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഗിവിങ് സ്വഭാവമുള്ള ആളായിരിക്കണമെന്നാണ്. പക്ഷേ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ മനസ്സിലാക്കിയെടുത്തോളം എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ ഈ തിയറി അധികവും പരാജയപ്പെട്ടു പോകാനാണ് സാധ്യത. അവിടെയാണ് ദീന് നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിത്തരുന്നത്. ദീൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ, മനുഷ്യൻ്റെ പ്രകൃതിയാണ്, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ള ആളടുത്ത് എക്സ്പെക്ട് ചെയ്താൽ മതി. അതാരാ? അള്ളാഹു. ഇഹ്സാന് ലാ യുളീഉ, അല്ലാഹു അക്ബർ, ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഒരിക്കലും കളവ് പറയാത്ത അള്ളാഹു പറഞ്ഞില്ലേ, മുഹ്സിനാണെങ്കിൽ നിന്റെ ഒന്ന് പ്രതിഫലം ഞാൻ പാഴാക്കൂലാടാ എന്ന് നമ്മുടെ റബ്ബ് പറഞ്ഞില്ലേ. ഇനി തെറ്റുമോ? അത് കിട്ടുമെന്ന് ഉറപ്പല്ലേ? അതിനെ എക്സ്പെക്ട് ചെയ്തോ, അതിനെ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ പണിയെടുത്തോ. ഒരിക്കലും സൃഷ്ടികളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചാൽ നമുക്ക് തന്നെ അടങ്ങേറും, നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും, നമ്മൾ തന്നെ പിന്നീട് ടെൻഷൻ അടിക്കേണ്ടി വരും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഇഹ്സാനിന് മാത്രം ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിപ്പോയി, ചെറിയൊന്ന് തിരിച്ച് പ്രതീക്ഷിച്ചു, അതിന് അദ്ദേഹത്തിന് പണി കിട്ടുകയും ചെയ്തു. അത് സൂറത്ത് യൂസുഫ് എന്ന് പഠിച്ചിരുന്നോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അദ്ദേഹം ഉപകാരം ചെയ്തപ്പോൾ മാത്രം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതിന് പകരം ആ അടിമയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം ചെറിയൊരു കാര്യം പ്രതീക്ഷിച്ചു. ഈ പിഴവ് വന്നത് യൂസുഫ് നബിയെ പോലത്തെ പ്രധാനപ്പെട്ട മഹാനായ ഒരു പ്രവാചകനിൽ നിന്നായതുകൊണ്ട് അള്ളാഹു നല്ല പണിഷ്മെൻറ്റ് കൊടുത്തു. അങ്ങനെയാണ് വലിയ വലിയ ആളുകളുടെ അടുത്ത് നിന്ന് പിഴവ് സംഭവിച്ചാൽ അള്ളാഹു നല്ല പണിഷ്മെൻറ്റ് തിരിച്ചു കൊടുക്കും. അതായത് 2 ആളുകൾക്ക് അദ്ദേഹം സ്വപ്നത്തിലെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തല്ലോ.
ഈ രണ്ടാളുകളോട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ രണ്ടാമത്തെ ആളുകളോട് പറഞ്ഞ വ്യാഖ്യാനം എന്തായിരുന്നു? നീ പിന്നീട് രാജാവിന് മദ്യം കുടിപ്പിക്കുന്ന അല്ലെങ്കിൽ രാജാവിന് പാനീയങ്ങൾ കുടിപ്പിക്കുന്ന ആളായി മാറും എന്നതായിരുന്നു വ്യാഖ്യാനം. അയാളോട് ആ ഉപകാരമൊക്കെ ചെയ്തു കൊടുത്ത് എന്നിട്ട് അയാളോട് അറിയാതെ പറഞ്ഞുപോയി ഉദ്കുർനി എൻത റബ്ബിക്, ഇങ്ങനെയൊക്കെയാണ് നീ നിൻ്റെ രാജാവിൻ്റെ അടുത്തെത്തും, രാജാവിൻ്റെ സ്വന്തം ആളുകളുടെ കൂട്ടത്തിൽ അയാൾക്ക് പാനീയം കുടിപ്പിക്കുന്ന ആളാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ഉപകാരമൊക്കെ ചെയ്തു തന്നതല്ലേ, നിൻ്റെ രാജാവിനോട് എന്നെക്കുറിച്ചൊന്ന് പറയണേ, ഞാൻ നിരപരാധിയാണ്, ഞാൻ പാവമാണ്, ആരൊക്കെയോ കുടിക്കുക, കള്ളക്കേസിൽ പെട്ട് ജയിലിൽ കിടക്കുകയാണ് എന്ന കാര്യം നീ നിൻ്റെ രാജാവിനോട് പറയണേ എന്നൊരു ചെറിയ എക്സ്പെക്റ്റേഷൻ അദ്ദേഹത്തിന്. അപ്പം ജിബ്രീൽ ഇറങ്ങിയെന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ കാണുന്നത്. അപ്പം ജിബ്രീൽ ഇറങ്ങിയ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളുള്ള റിവായത്ത് നമുക്ക് പരിശോധിക്കണം. പക്ഷെ ഖുർആൻ തന്നെ മതി നമുക്ക്. ഫഅൻസാഹു ശൈത്താനു ദിക്ര റബ്ബി, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാതെ ഒരു അടിമയിൽ നിന്ന് ചെറുങ്ങനെ പ്രതീക്ഷിച്ചപ്പോൾ അത് പ്രവാചകനായതുകൊണ്ട് അള്ളാഹു പണിഷ്മെൻറ്റ് കൊടുത്തു. ശൈത്താൻ ആ രാജാവിനോട് യൂസുഫ് നബിയുടെ കാര്യം പറയാൻ വേണ്ടി ഇയാളങ്ങ് മറപ്പിച്ചു. ആ മറക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം എന്താ, യൂസുഫ് നബിയെക്കുറിച്ച് അയാൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ല. കാരണം കൂടെയുള്ള ഒരാൾ മരിക്കുമെന്ന് പ്രവചിച്ച ആളാണ്, അതേപോലെ അയാൾ മരിച്ചു. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്, ജയിലിലിരിക്കുന്ന താൻ പിന്നീട് രാജാവിൻ്റെ ഖാദിമാവുമെന്ന് പ്രവചിച്ച ആളാണ്. അതേ കൊട്ടാരത്തിൽ തന്നെയാണ് യൂസുഫ് നബി ജയിലിൽ കിടക്കുന്നത്. അതിനുശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശിക്ഷയായിട്ട് അള്ളാഹു ഫലബിസ ഫിസ്സിജ്നി ബിളഅ സിനീൻ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കാത്തത് കൊണ്ട് ശിക്ഷ എന്നോണം 9 വർഷം ജയിലിൽ കിടത്തി. ഈ 9 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒറ്റൊരിക്കൽ പോലും അയാൾ യൂസുഫ് നബിയെക്കുറിച്ച് ഓർമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമല്ലേ. അത് അള്ളാഹുവിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു. പിഴവ് പറ്റിയത് കൂടിയാക്കായതുകൊണ്ട് കൂടിയ തരത്തിലുള്ള പണിഷ്മെൻറ്റും അള്ളാഹു കൊടുത്തു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ചെറിയൊരു പിഴവിൻ്റെ കാരണമായിട്ട് 9 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കും, വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ പറയും ഒരു ഉപകാരം ചെയ്ത് വേറെ ഒന്നും നീ എനിക്ക് ചെയ്യണ്ട, ദുആ ചെയ്താൽ മാത്രം മതി എന്ന് പറയാറുണ്ട്. പാടില്ല, ദുആ പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ അർത്ഥം സഹോദരനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നല്ല. ദുആ ചെയ്യിപ്പിക്കണമെങ്കിൽ ഓനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് ദുആ ചെയ്യിപ്പിക്കണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് എനിക്ക് ദാനിഷിനോട് ദുആ ചെയ്യിപ്പിക്കണം, ഞാൻ എന്ത് ചെയ്താൽ മതി, ഇന്ന് രാത്രി ദാനിഷ് ഒറ്റരാവാണ്, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസമാണ്, ഇന്ന് നീ ദുആ ചെയ്യുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂട്ടി പറയണേ എന്ന് ദാനിഷിനോട് പറയാം. പക്ഷേ ഒരു ഉപകാരം ചെയ്തിട്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് ഓനടുത്ത് എന്ത് പ്രതീക്ഷിക്കണ്ട, നീ ദുആ ചെയ്താൽ മാത്രം മതി എന്നുപോലും പറയണ്ട, അതുപോലും പ്രതീക്ഷിക്കണ്ട. മറിച്ചോ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. കാരണം എന്താ, നാളെ മറ്റന്നാൾ അവൻ ദുആ ചെയ്തില്ല എന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ബേജാറാവും, ബുദ്ധിമുട്ടാവും. അപ്പം തിരിച്ച് അവൻ്റെ ദുആ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ ഫുൾ ഇഖ്ലാസോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാതെ ഇഹ്സാൻ ചെയ്യുന്ന ഉന്നതമായ ഗുണം നമ്മളിൽ ഉണ്ടാവണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം വരും. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ല അഹ്ലുബൈത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതനാണ്, മഹാനാണ്. പണ്ഡിതൻ മാത്രമല്ല, സ്വാത്വികനാണ്, സാഹിദാണ്, മുത്തഖിയാണ്. തഖ്വയുടെ വിഷയത്തിലൊക്കെ നമുക്ക് മാതൃകയായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലി ഇബ്നുൽ ഹുസൈൻ. സൈനുൽ ആബിദീൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ആബിദീങ്ങളുടെ സൗന്ദര്യം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം അത്രയും വലിയ തഖ്വയും ഇബാദത്തും ഒക്കെ ഉള്ള മഹാനായ പണ്ഡിതൻ അലി സൈനുൽ ആബിദീൻ റഹിമഹുല്ല. അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയ വലിയ പാടുകൾ, തഴമ്പുകൾ, എന്തോ ഭാരമുള്ള പാണ്ടക്കെട്ടുകൾ നിത്യമായി ചുമന്നയാളുടെ പുറത്തുണ്ടാകുന്നത് പോലെയുള്ള വലിയ വലിയ പാടുകളും തഴമ്പുകളും ഉണ്ട് അലി സൈനുൽ ആബിദീൻ്റെ പുറത്ത്. ആളുകൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. അവർ വീട്ടുകാരോടൊക്കെ ചോദിച്ചു, എന്താ ഇത്, ഇത്രയും വലിയ തഴമ്പും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ പറ്റിയത് അദ്ദേഹത്തിന്? വീട്ടുകാർക്ക് ആർക്കും ഒന്നും അറിയില്ല, ഭാര്യക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല, ആർക്കും അറിയില്ല ഈ തഴമ്പ്. അവരും ഇതിനെക്കുറിച്ച് ആദ്യമായി കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ. ഏതായാലും ആർക്കും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വേറൊന്നും കൂടുതൽ ആലോചിക്കാതെ അദ്ദേഹത്തെ ദഫൻ ചെയ്തു. മസ്ജിദ് നബവിയുടെ അടുത്ത് ബഖീഇൽ ഖബറടക്കി. 4-5 ദിവസം കഴിഞ്ഞു. 4-5 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മദീനയിലേക്ക് ദൂരെ ഗ്രാമത്തിൽ നിന്ന് കുറേ ആളുകൾ കൂട്ടം കൂട്ടമായി, 100ഓളം കുടുംബങ്ങൾ, ചരിത്രത്തിൽ കാണാം, 100ഓളം കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി മദീനയിലേക്ക് വരുന്നു, യാചിച്ചുകൊണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട്. ആളുകൾക്ക് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞങ്ങൾ പട്ടിണിയിലാണ്, കഴിക്കാനൊന്നുമില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി യാചിച്ചുകൊണ്ട്, ചോദിച്ചുകൊണ്ട് നിങ്ങൾ അടുക്കലേക്ക് വന്നതാണ്. അപ്പോൾ ആളുകൾ അത്ഭുതത്തോട് ചോദിച്ചു, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പം എന്താ പെട്ടെന്ന് സ്കൂൾ വിട്ട പോലെ എല്ലാവരും ഇങ്ങനെ ഓടി ഇങ്ങനെ വരുന്നത്? ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇത്രയും നാൾ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം കിട്ടി? എങ്ങനെ നിങ്ങളുടെ ദാരിദ്ര്യം മാറി? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും
ഇടയ്ക്കിടയ്ക്ക് ചില രാത്രികളിൽ ഒരു മനുഷ്യൻ വലിയ ഭാണ്ഡക്കെട്ടുകളും ചുമന്നിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് രാത്രിയിൽ വരുമായിരുന്നു. എന്നിട്ട് ഓരോ വീട്ടിലും ആവശ്യമായ സാധനങ്ങൾ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഒരക്ഷരം പോലും ഉരിയാടെ ഒന്നും പറയാതെ ആ മനുഷ്യൻ മിണ്ടാതെ തിരിച്ചു പോകുമായിരുന്നു. ഞങ്ങൾ ആ സാധനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുമായിരുന്നു. ഏകദേശം അത് തീരുന്ന സമയമാകുമ്പോൾ അടുത്തൊരു രാത്രിയിൽ വീണ്ടും ആ മനുഷ്യൻ വലിയ ഭാണ്ഡക്കെട്ടുകളും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വരുമായിരുന്നു, ഞങ്ങളെ ഭക്ഷിപ്പിക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണുന്നേയില്ല. അതാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ പാട്. ഇവർ പറഞ്ഞ ഈ ഭാണ്ഡക്കെട്ടുകളായിരുന്നു സൈനുൽ ആബിദീൻ റഹിമഹുല്ല വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടിരുന്ന പാട്. ഒരു മനുഷ്യനെ അദ്ദേഹം അറിയിച്ചിട്ടില്ല. ഒരു സെൽഫി എടുത്തില്ല, ഒരു പോസ്റ്റർ ആക്കിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തില്ല, ഒന്നുമില്ല. ഒന്ന് അദ്ദേഹത്തിന് അവിടെ പോയിട്ട് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് എന്ന് ചെറുക്കനൊന്ന് പറഞ്ഞാൽ മതി. ആളുകൾ ഇങ്ങനെ തലവിൽക്കൂലേ, ആളുകൾ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കും. ഒന്നും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയും മക്കളും പോലും അതിനെക്കുറിച്ച് അറിഞ്ഞേയില്ല. ഇഹ്സാൻ, വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ, ഒന്നും പ്രതീക്ഷിക്കാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയല്ല, അതിൻ്റെ ഒരു മഹത്വം ഉണ്ടാവല്ലോ. അദ്ദേഹം ചെയ്തു, അത് അള്ളാഹു സ്വീകരിച്ചു. വസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഇന്ന് 1400 വർഷങ്ങൾക്ക് ശേഷവും ഒരു ചെറിയ ഗ്രാമത്തിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ എടുത്തു പറയും. അള്ളാഹു ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. മുഹ്സിനാണെങ്കിൽ വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ നീ ചെയ്തതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പാഴാക്കൂല. എക്സ്പെക്റ്റ് ചെയ്തോ, അത് അള്ളാഹുവിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഈ 3 ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലാ തൈഅസു ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ പാഴാക്കൂല. നമ്മളൊരിക്കലും മായൂസ് നഹിയോന, ഹിന്ദിയിൽ അങ്ങനെ പറയാം, ഒരിക്കലും നമ്മൾ നിരാശരാകണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മുടെ വിളിയെ കേൾക്കും, അത് ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതൊരിക്കലും അള്ളാഹ്ക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഏതുവരെ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും, അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആളാണോ? യാക്കൂബ് നബി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആളാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആണോ? അല്ല. എല്ലാവരും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആരെയാണോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അയാളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക. സാധാരണ ഞാൻ ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ നോമ്പൊക്കെ ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോകാറുണ്ട്, അല്ലേ? ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോകുമ്പോൾ ഒരു ഷമാമ വാങ്ങിച്ചെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ബത്തക്ക വാങ്ങിച്ചു വിചാരിക്കാം. ആ ഷമാമ വാങ്ങിക്കുമ്പം, ബത്തക്ക വാങ്ങിക്കുമ്പം അത് ശരിയാണോ അല്ലെങ്കിൽ ഉള്ളു പൊള്ളയാണോ, കേടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ കൊട്ടി നോക്കും, ടക്ക് ടക്ക്. ചിലപ്പോൾ എന്തിനാണ് കൊട്ടുന്നതെന്ന് അറിയില്ല, എന്നാലും എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടക്ക് ടക്ക് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് കൊട്ടി നോക്കും. എന്നിട്ട് കൊട്ടി നോക്കിയിട്ട് മാത്രമേ അത് വാങ്ങാറുള്ളൂ. കാരണം എന്താ? ഞാനൊരു 300 രൂപ, 200 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കുന്നുണ്ട്. ആ 100 രൂപ വെള്ളത്തിലാകാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ കൊട്ട് കൊടുത്തിട്ട് വേണം ഞാനതിനെ സ്വീകരിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹു അവൻ എത്ര വലിയവനാ! അവനേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള അള്ളാഹു അവൻ്റെ വലിയായിട്ട് ഒരാളെ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് ചില്ലറ പദവിയാണോ? അള്ളാഹുവിൻ്റെ വലിയ എങ്ങാനായാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെ നമുക്ക് ഒരു ഭയപ്പാടുമില്ല, ഒരു ദുഃഖവുമില്ല. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇതിലും വലിയ സുഖം ദുനിയാവിൽ വേറെന്ത് കിട്ടാനാ? അപ്പോൾ അള്ളാഹു ഇത്രയും വലിയ പദവിയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ചെറുക്കനെ കൊട്ട് തന്നാൽ നമുക്ക് അതിൻ്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ ഷമാമയിൽ അല്ലെങ്കിൽ ബത്തക്കയിൽ കൊട്ടുന്നത് പോലെയുള്ള ചില കൊട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ. ആ കൊട്ട് കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം, അള്ളാഹു എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്, അവനെന്തോ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവനും ഈ പാപിയായ എന്നെ അവൻ്റെ വലിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം എന്നെ ഇങ്ങനെ കൊട്ട് തരുന്നത് എന്നൊരു സന്തോഷം നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് അജബല്ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിൻ്റെ കാര്യം ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. ലാ യകൂനു ഇല്ലാ ലിൽ മുഅ്മിൻ. അതൊരു മുഅ്മിനിലല്ലാണ്ട് വേറൊരാൾക്കും ഉണ്ടാവില്ല. എന്താ അത്? എന്ത് നന്മ വന്നാലും ഓന് ക്ഷമിക്കും, അല്ല ഓന് ശുക്ർ ചെയ്യും, അല്ലേ? ശുക്ർ ചെയ്യും. അതോടുകൂടി അത് അവന് നന്മയായിത്തീരും. ഇനി എന്തെങ്കിലും മുസീബത്ത് വന്നാലോ അള്ളാഹുവിൻ്റെ പ്ലാനിങ് ആണ്, അവൻ എന്തോ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവൻ ക്ഷമിക്കും. അതോനിക്കെന്തോ അതും നന്മയായി മാറും. അവന് നന്മ വന്നാലും ഓന് നന്മ തന്നെ, തിന്മ വന്നാലും നന്മ തന്നെ. ഇത് ആർക്കേ ഉണ്ടാവും? ഒരു മുഅ്മിന് മാത്രമേ ഉണ്ടാവുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരിക്കലും ബേജാറാവേണ്ട. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുത്ത ആളായതുകൊണ്ടാണ് അള്ളാഹു പരീക്ഷിച്ചത്. പിന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ പരീക്ഷണമുള്ള ആളുകളിലേക്ക് നോക്കിയാൽ മതി. യൂസുഫ് നബിയിലേക്ക് നോക്കാൻ വേണമെങ്കിൽ
യാക്കൂബ് നബിയിലേക്ക്. അങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റിയ ഒരാളുടെ അനുഭവം നമ്മുടെ ഷെയ്ഖ് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിനെ അറിയുന്ന ഒരാളുടെ സൗദി അറേബ്യയിൽ തന്നെ മരിച്ച ഒരു മനുഷ്യൻ്റെ ഒരു അനുഭവമുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഫിക്റായിപ്പോയി. കാരണം അയാളുടെ ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങൾ കേട്ടാൽ അതിനേക്കാൾ വലിയൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇനി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഷെയ്ഖിൻ്റെ പരിചയക്കാരൻ്റെ പരീക്ഷണം നിങ്ങൾ ആലോചിച്ചാൽ അതിനെക്കുറിച്ച് പറയാം അല്ലേ. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 3/4 മണിക്കൂറായി. ഷെയ്ഖ് പറയാ, എനിക്ക് പരിചയമുള്ള സൗദി അറേബ്യയിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊടുത്ത പരീക്ഷണങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം നിങ്ങൾക്ക് എന്ത് പരീക്ഷണം ഉണ്ടായാലും ആ പരീക്ഷണത്തെ ഓർത്താൽ നിങ്ങളുടെ പരീക്ഷണം ഒന്നും അല്ലാതായി മാറും. എന്തായിരുന്നു അദ്ദേഹത്തെ പരീക്ഷണം? അദ്ദേഹം 25 വയസ്സാകുമ്പോൾ വിവാഹം കഴിച്ചു. ആ ഭാര്യയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഭയങ്കര സന്തോഷത്തിൽ കഴിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട സൗദി അറേബ്യയിൽ താമസിക്കുന്ന സാധാരണക്കാരനായ ഈ മനുഷ്യന് അള്ളാഹു ഒരു കുട്ടിയെ കൊടുത്തു. ഭയങ്കര സന്തോഷമായി ഇയാൾക്ക്. അയാൾ ഭയങ്കര സന്തോഷിച്ചു. എല്ലാവർക്കും പാർട്ടിയെല്ലാം കൊടുത്തു, സന്തോഷമായി. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഈ സന്തോഷം അധികം നീണ്ടു നിൽക്കാൻ അള്ളാഹു അനുവദിച്ചില്ല. 1-1.5 വർഷമായപ്പോഴത്തേക്ക് അള്ളാഹു ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചങ്ങെടുത്തു. കുട്ടി മരിച്ചു. ഈ പാവപ്പെട്ട മനുഷ്യൻ കരഞ്ഞ് വിതുമ്പി വേദനയോടുകൂടി തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ആ കുട്ടിയെ മറമാടി. പക്ഷേ ആ ദുഃഖവും അധികകാലം നീണ്ടു നിന്നില്ല. വീണ്ടും അദ്ദേഹത്തിനൊരു സന്തോഷം വന്നു. അള്ളാഹു വേറൊരു കുട്ടി അദ്ദേഹത്തിന് കൊടുത്തു. ഭയങ്കര സന്തോഷമായി. വീട്ടിലെല്ലാം ഭയങ്കര ആഘോഷം. അദ്ദേഹം പറയാം, പക്ഷേ ഈ സന്തോഷവും അധികകാലം നീണ്ടുന്നില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു. ശരിക്കും ആലോചിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചിട്ട് ആലോചിക്കണം. രണ്ടാമത്തെ കുട്ടിയെയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ആ കുട്ടി മരണപ്പെട്ടു. ഈ കുട്ടിയെയും ഈ മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് മറമാടി. കാലചക്രം വീണ്ടും മുന്നോട്ട് നീങ്ങി. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് അള്ളാഹു 4 കുട്ടികളെ കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഒന്നിന് പുറകെ ഒന്നായിട്ട് 4 കുട്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അവരൊക്കെ വളർന്ന് വലുതായി. ഇദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ പരീക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ. 4 പെൺകുട്ടികളാണ്. അങ്ങനെ ആദ്യത്തെ കുട്ടി അദ്ദേഹം വിവാഹം കഴിച്ച് അയച്ചു. ഭർത്താവുമായിട്ട് നല്ല ഭർത്താവ്, നല്ല മരുമകൾ, നല്ല രീതിയിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുക. ആ ആദ്യത്തെ മകൾ ഗർഭിണിയായി. അങ്ങനെ ഉണ്ടാവുമല്ലോ. ആദ്യത്തെ മകൾ ഗർഭിണിയാവുമ്പോൾ ഈ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മകൾ ഗർഭിണിയാവുമ്പോൾ സ്വന്തം മക്കളോടുള്ളതിനെക്കാട്ടി സ്നേഹമായിരിക്കും പേരക്കുട്ടികളോട്. ആദ്യത്തെ പെൺകുട്ടി ഗർഭിണിയായി. അപ്പോൾ ഈ വീട്ടിൽ വീണ്ടും സന്തോഷമായി. 4 മക്കളായി. ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അയാൾ ഗർഭിണിയായി. ഭയങ്കര സന്തോഷമായി. പക്ഷേ വീണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണം അദ്ദേഹത്തെ തേടിയെത്തി. ഒരു വലിയ വാഹനാപകടത്തിൽ ഗർഭിണിയായി മകൾ മരണപ്പെട്ടു. ഗർഭിണിയായ ആ മകളെ ഈ മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് എടുത്തു വെച്ചു, മറമാടി. കുറച്ച് നാളുകൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ വിവാഹം ചെയ്തു ഒരു കുട്ടിയായി. ആ കുട്ടിക്ക് 4 വയസ്സ് പ്രായമായപ്പോൾ ആ കുട്ടിയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ആ കുട്ടിയും പോയി. ഈ ഉപ്പാപ്പ തൻ്റെ പേരക്കുട്ടിയെയും ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സ്വന്തം കൈകൾ കൊണ്ട് മറമാടി. ഈ മകൻ പോയ വിഷമത്തിൽ ആ സ്ത്രീ, ആ ഉമ്മ ഡിപ്രഷനിലായി, ടെൻഷനിലായി. ആ വിഷമം താങ്ങാൻ വയ്യാതെ, ആ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ, ഡിപ്രഷൻ കാരണം 1 വർഷം എത്തുന്നതിന് മുമ്പ് ആ സ്വന്തം മകളും മരണപ്പെട്ടു. രണ്ടാമത്തെ മകളും പോയി. ആ മകളുടെ മൃതദേഹവും ദഫൻ ചെയ്തു. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടു. കുറച്ചാൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ 3ാമത്തെ പെൺകുട്ടിയെ ഇദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. നല്ലൊരു പുതിയാപ്പിള. അന്ന് സൗദി അറേബ്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പുതിയാപ്പിളക്ക് തന്നെയാണ് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തത്. പക്ഷേ ആ സന്തോഷവും നീണ്ടുന്നില്ല. 3ാമത്തെ കുട്ടിയും മരണപ്പെട്ടു. 3ാമത്തെ പെൺകുട്ടിയും പോയി. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെയും കുഴിച്ചിട്ടു, ദഫൻ ചെയ്തു. ആ പെൺകുട്ടിയെയും അദ്ദേഹം സ്വന്തം കൈകൊണ്ട് മണ്ണ് വാരിയിട്ടു, ദഫൻ ചെയ്തു. ഇപ്പോൾ എത്ര പെൺകുട്ടികളുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത്? 1 പെൺകുട്ടികൾ. പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതം കൂറുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഏകദേശം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വീണ്ടും ഒരു കുട്ടിയെ കൊടുത്തു. വീണ്ടും ഒരു ആൺകുട്ടിയെ കൊടുത്തു. ആ ആൺകുട്ടി അദ്ദേഹത്തിന് കിട്ടിയപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ സന്തോഷം നിന്നില്ല. ആ ആൺകുട്ടിയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ഇപ്പം എത്ര ആൾക്കാർ അദ്ദേഹം ദഫൻ ചെയ്തു? ഒരു എണ്ണം ഉണ്ടോ? ആ കുട്ടിയും അദ്ദേഹം സ്വന്തം കൈ കൊണ്ട് ദഫൻ ചെയ്തു. ആ കുട്ടിയുടെ മേൽ എടുത്ത് മണ്ണ് വാരി എറിഞ്ഞു. അല്ലാഹു അക്ബർ. ഷെയ്ഖ് കഥ പറഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം ഇയാളുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്കൊന്നും ഇത്രയും വലിയ മുസീബത്തുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. ഇനി എന്ത് പ്രശ്നം വന്നാലും സൗദി അറേബ്യയിലെ ഈ മനുഷ്യൻ്റെ പ്രശ്നത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നമൊന്നും അല്ലാതായി തീരും എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ സൗദി അറേബ്യയിൽ ജീവിച്ച മനുഷ്യനാണ്, എനിക്ക് നന്നായിട്ട് പരിചയമുള്ള മനുഷ്യനാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും നന്നായിട്ട് പരിചയമുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ. ആരാണത്? മറ്റാരുടെയും സംഭവമല്ല, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ശരിയല്ലേ? സൗദി അറേബ്യയിൽ ജീവിച്ച മനുഷ്യനാണ്.
ഷെയ്ഖ് പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള മനുഷ്യനാണ്. പക്ഷേ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അദ്ദേഹത്തെ നന്നായി അറിയാം. മറ്റാരുടെയും അനുഭവമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. 20-25 വയസ്സിൽ കല്യാണം കഴിച്ചു. ഏറ്റവും സ്നേഹനിധിയായ ഭാര്യ, ഭയങ്കര സ്നേഹം. ആ ഭാര്യയിലൂടെ, ഖദീജയിലൂടെ ആദ്യത്തെ ആൺകുട്ടിയെ കിട്ടി. 1.5 വർഷം മാത്രമേ ആ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. 1.5 വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം കൈകൊണ്ട് നമ്മുടെ ഹബീബ് ആൺകുട്ടിയെ മറമാടി. അടുത്തൊരാൺകുട്ടി അള്ളാഹു കൊടുത്തു. ആ സന്തോഷവും നീണ്ടു നിന്നില്ല. അടുത്തൊരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയെയും അവിടുന്ന് സ്വന്തം കൈകൊണ്ട് മറമാടി. എന്ന് മാത്രമല്ല, ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് സ്വന്തം കൊച്ചാപ്പയായ അബൂലഹബും ടീമും വന്നിട്ട് ഇന്ന ഷാനിയ കഹുവൽ അബുത്തർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹബീബിനെ കളിയാക്കുന്നത്. അവൻ വാല് മുറിഞ്ഞു പോയാനായി. ഓനിന് ആൺകുട്ടികളൊന്നുമില്ല, പരമ്പര മുറിഞ്ഞു പോയാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കേണ്ട ആളല്ല കൊച്ചാപ്പ. ഉപ്പയില്ലാത്ത എന്നെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് സമാധാനിപ്പിക്കേണ്ട ആളാണ് കൊച്ചാപ്പ. ആ കൊച്ചാപ്പയും ടീമും ഇന്ന ഷാനിയ കഹുവൽ അബുത്തർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു, ക്ഷമിച്ചു. 4 പെൺകുട്ടികൾ അള്ളാഹു പിന്നീട് കൊടുത്തു. ഒന്നാമത്തെ പെൺകുട്ടി സൈനബ് റളിയല്ലാഹു അൻഹ, അന്നത്തെ നല്ല ആസിബിന് വായിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പുതിയാപ്പിളയെ വിവാഹം ചെയ്ത് കൊടുത്തു. ഗർഭിണിയായപ്പോൾ അന്നത്തെ വാഹനമായ ഒരു ഒട്ടകപ്പുറത്തിൻ്റെ മേലയിൽ നിന്ന് അവിടുന്ന് താഴെ വീണ് ആ ബുദ്ധിമുട്ടിൽ അവർ മരണപ്പെട്ടു പോയി. ഗർഭിണിയായ മകൾ, ആ മകളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് മറമാടി. ശേഷം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത് കൊടുത്തു. അതിലൂടെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ കിടന്ന് മരണപ്പെട്ടു. ആ കുട്ടിയെ റസൂലുള്ളാഹി മറമാടി. അതിനുശേഷം റുഖയ്യ ബീവി മരിച്ചു. ചുരുക്കി പറയാം, പിന്നീട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവരും മരിച്ചു. പിന്നീട് വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് ഇബ്രാഹിം എന്നൊരു പൊന്നുമോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി, മാരിയത്തുൽ കിബ്തിയയിലൂടെ. അതും നീണ്ടു നിന്നില്ല. ആ കുട്ടിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വെച്ചു. എന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വിഷയത്തിൽ മാത്രമുള്ള പരീക്ഷണമാണ്. ഉറ്റപ്പെട്ടവർ മരണപ്പെടുക എന്നുള്ള വിഷയത്തിലുള്ള മാത്രം പരീക്ഷണം. ബാക്കി പരീക്ഷണങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് പുറത്താക്കി, അടി കൊണ്ടു, ഇടി കൊണ്ടു, ഉഹദിൽ വീണു, തായിഫിൽ ഏറുകൊണ്ടു, പട്ടിണി കിടന്നു, കല്ല് വെച്ച് കെട്ടി, ബാക്കിയുള്ള പരീക്ഷണങ്ങൾ വേറെ ഉണ്ട് ഒരു മൂലക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, നമുക്കിനി എങ്ങനെ കരയാൻ പറ്റൂ? നമ്മളിങ്ങനെ അള്ളാഹു എന്നെ ഒന്നും സഹായിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, അങ്ങേ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുസീബത്തുകളൊന്നും ഒരു മുസീബത്തേ അല്ല എന്ന് സഹാബാക്കൾ പറയുമായിരുന്നു. എത്ര വലിയ മുസീബത്ത്, എത്ര വലിയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് സ്നേഹമുണ്ടെങ്കിൽ അവൻ സ്വന്തം ആളാക്കാൻ വിചാരിച്ച, അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവിന് ചത്ത കൊതുകിൻ്റെ, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചത്ത കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും പോലും വിലയില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു എന്ന് വിചാരിക്കാം. നമ്മളെ വീട്ടിലൊരു അതിഥി വന്നു. ആ അതിഥിക്ക് നമ്മൾ എന്താ കൊടുക്കുക? നമ്മൾ ഭയങ്കര വിലയുള്ള, നമുക്ക് ഭയങ്കര കാര്യമുള്ള ഒരു അതിഥിയാണ് വന്നത്. ആ അതിഥി തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. എന്താ ഗിഫ്റ്റ് കൊടുക്കുക? നമ്മുടെ അടുക്കലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനമല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. നല്ല അതിഥിയാണെങ്കിൽ നമുക്ക് എത്രയും പ്രാധാന്യം, ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഫ്രിഡ്ജിൽ 2-3 ദിവസമായിട്ട് വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബടക്കായി പോകാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതെടുത്ത് കൊടുക്കുമോ അതിഥിക്ക്? ആ അതിഥിക്ക് ഒരിക്കലും കൊടുക്കൂല. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ല സാധനം കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ സ്നേഹത്തിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവെങ്ങാനും നമുക്ക് തന്നിരുന്നെങ്കിൽ അത് നമ്മളെ നിന്ദിക്കുന്നതിന് തുല്യ, ഫ്രിഡ്ജിൽ കിടക്കുന്ന സാധനം കൊടുക്കുന്നതിന് തുല്യ. കാരണം എന്താ? ദുനിയാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചത്ത കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും വിലയില്ല. അഥവാ നമുക്ക് ദുനിയാവ് അള്ളാഹു തരുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. എന്തോ ഫിത്നയാണ്, എന്തോ പരീക്ഷണമാണ്. കാരണം എന്താ? അള്ളാഹുവിന് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വിലപിടിപ്പുള്ള സാധനം നമുക്ക് തരേണ്ടത്. ഒരു ചത്ത കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും പോലും ഇല്ലാത്ത ദുനിയാവ് നമുക്ക് ഇങ്ങനെ തന്നാൽ അപ്പോൾ നമ്മൾ പേടിക്കണം, പഠിച്ചവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ? അതായിരുന്നു സഹാബാക്കൾ പേടിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? പിന്നെ മദായിനിൽ നിന്ന് ഒരുപാട് നിധികൾ, സ്വർണ്ണ കൂമ്പാരങ്ങൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഒരിക്കലും പേടിക്കുന്നില്ല. ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ ഇന്നമാ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത അലാ മൻ കാന ഖബലക്കും. ദുനിയാവ് ഇങ്ങനെ വിശാലമാക്കപ്പെടുന്നതിനെ മാത്രമാണ് ഞാൻ ഭയക്കുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പോൾ ദുനിയാവിൽ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും, എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും, എത്ര 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 ഇഷ്ടപ്പെട്ട ആൾ, നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടുപോയാൽ നമ്മൾ ബേജാറാകണ്ട. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെയൊക്കെ മേലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മഹാനായ മനുഷ്യനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൂറത്ത് യൂസുഫ് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയതിൻ്റെ ലക്ഷ്യവും നമ്മൾ അറബി പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ തന്നെ നമുക്ക് ഇത്രയും പറയാനുണ്ടെങ്കിൽ, വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രസമൊക്കെ നമ്മൾ ആലോചിച്ച് വയ്ക്കാം. അവസാനമായിട്ട്
സൂറത്ത് യൂസുഫിലുള്ള ഒരു ഫൺ ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫാക്റ്റ്, ഒരു 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 രസത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഈ വലിയൊരു ചരിത്രം, ആ ഒരു ജീവിതം, അത് രചിക്കുന്നതാരാ? അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനക്കാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലേ. യൂസുഫ് നബിയുടെ ജീവിതം സംവിധാനം ചെയ്യുന്നതും നമ്മുടെ ജീവിതം സംവിധാനം ചെയ്യുന്നതും ഒക്കെ അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയ സംവിധായകൻ. അപ്പോൾ അവനുണ്ടാക്കുന്ന കഥക്ക് ഒരു വെറൈറ്റി വേണ്ടേ? അങ്ങനത്തെ ഒരുപാട് ഫൺ ഫാക്റ്റുകൾ, വെറൈറ്റികൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ നമ്മളെ രസിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന. അതെല്ലാം പറയാൻ നേരെയില്ലെങ്കിലും ഒന്ന് മാത്രം പറയാം. ഈ 30 വർഷം നീണ്ടു നിൽക്കുന്ന മുസീബത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം സഹിച്ചു? 30 വർഷം നീണ്ടു നിൽക്കുന്ന ഈ മുസീബത്ത് സഹിച്ചു. ഈ മുസീബത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇത് പറയാൻ പറ്റുമോ? മുസീബത്ത് എങ്ങനെയാണ് അവസാനിക്കുക? ഏത് സീനിലാണ് അവസാനിക്കുന്ന മുസീബത്ത്? ഇനി മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ഇന്നീല അജിദു റീഹ യൂസുഫ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖമീസ് യാക്കൂബ് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോഴാണ് അദ്ദേഹത്തിന് ആ മണം കിട്ടുന്നതും കാഴ്ച തിരിച്ചു വരുന്നതും ഈ മുസീബത്ത് അവസാനിക്കുന്നതും. ശ്രദ്ധിക്കണേ, ഈ മുസീബത്ത് അവസാനിക്കുന്നത് ഒരു ഖമീസ് കൊണ്ടാണ്. ഈ മുസീബത്ത് അവസാനിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുസീബത്തിന് തുടക്കം എവിടുന്ന? തുടക്കവും ഒരു ഖമീസിൽ നിന്നായിരുന്നു. ഖമീസ് കൊണ്ട് തുടങ്ങിയ മുസീബത്ത് അള്ളാഹുവിന് വേറെ എങ്ങനെയും അവസാനിപ്പിക്കായിരുന്നു. യൂസുഫ് നബിയെ നേരിട്ട് കാണിച്ചു കൊടുത്താൽ മതി. യാക്കൂബ് നബിയോട് ബാക്കിയുള്ള സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ മതി, യൂസുഫ് അവിടെ ഉണ്ട്, രാജാവാണ് എന്ന് പറഞ്ഞാൽ മതി, സന്തോഷം. പക്ഷേ അള്ളാഹു എന്ന സംവിധായകന് ഒരു നിർബന്ധമുണ്ട്, എൻ്റെ കഥക്കൊരു പ്രത്യേക അട്രാക്ഷൻ വരണം. ഖമീസ് കൊണ്ട് തുടങ്ങിയ മുസീബത്ത് ഖമീസ് കൊണ്ട് അവസാനിക്കണം. അത് അള്ളാഹിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നാടകം. ഒരു ഖമീസ് കൊണ്ടെടുത്ത് അത് മുഖത്തിട്ടില്ല, എന്തായാലും കാണാൻ പോകുന്നതല്ലേ, പിന്നെ അതിൻ്റെ ഖമീസ് കൊണ്ടിടേണ്ട ആവശ്യം. പക്ഷെ അള്ളാഹുവാണ് ഈ കഥയെ സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നടത്തുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സംവിധാനിക്കുന്ന കഥക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഇങ്ങനത്തെ ഫൺ ഫാക്റ്റുകൾ ഒരുപാടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതൊക്കെ നമ്മൾ ഇത്രയും നാളും അറിഞ്ഞു. എത്ര വർഷമായി സൂറത്ത് യൂസുഫ് കേൾക്കാൻ തുടങ്ങിയിട്ട്, വായിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അറബി അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറബി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ പറ്റും. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കുറച്ച് വയസ്സുള്ള ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എത്ര കാലമായി ഈ സ്മാർട്ട് ഫോൺ കാണാൻ തുടങ്ങിയിട്ട്? നമ്മൾ കുറച്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് നമുക്ക് തീരെ അറിയില്ലായിരുന്നു. ഇതിലുള്ള എല്ലാ കുണസ്റ്റും നമ്മൾ പഠിച്ചില്ലേ? എല്ലാം നമ്മൾ മനസ്സിലാക്കിയില്ലേ? അത് നമ്മൾ എഫേർട്ട് എടുത്ത് കുത്തിയിരുന്ന് പഠിച്ചതാണോ? അല്ല, ജീവിതത്തിൽ അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചെടുത്താണ്. യങ്സ്റ്റേഴ്സായ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ അറബി പഠിക്കാതെ ബാലികാറ മലയാ വലിയ കഷ്ടമുള്ള കാര്യമാണ് ഒന്നുമല്ല. നമ്മുടെ ഇവിടുന്ന് പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥി തന്നെ ഒരു ചെറിയ കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. 2 മാസം ഓൺലൈനിലൂടെ അവൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇരുന്നു കൊടുത്താൽ ഏകദേശം ഖുർആൻ മനസ്സിലാക്കാനുള്ള അറബി പഠിപ്പിച്ചതാണെന്ന് അവൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റം കൊണ്ട് ഇപ്പോൾ നടക്കാൻ വയ്യ. എപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഇതൊക്കെ തന്നെയുള്ളൂ പരസ്യം. അറബി പഠിക്കണോ? വേണ്ട, പഠിപ്പിച്ചുതരാം. നമ്മൾ വിചാരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരുവന് ഗൾഫിൽ ഇൻ്റർവ്യൂവിൽ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് വിചാരിക്കും. ഒരു വലിയ ജോലിയാണ്. അവൻ ഇത്രയും നാൾ ചെറുപ്പത്തിൽ മുതലേ അധ്വാനിച്ച് പഠിച്ചത് ആ ജോലി കിട്ടാൻ വേണ്ടിയാണ്. ഗൾഫിലുള്ള ഒരു വലിയ കമ്പനിയിൽ അവൻ CV അയച്ചു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ CVക്ക് ഒരു മറുപടി വന്നു. പക്ഷെ ആ മറുപടി വന്നത് അറബിയിലാണെന്ന് വിചാരിക്കുക. മെയിൽ വന്നു. ഇവനെന്താ ചെയ്യുക? ഓഹോ, അറബിയിലായിപ്പോയി, അറബി എനിക്കറിയില്ല. അതുകൊണ്ട് അതൊന്ന് പ്രിൻ്റ് എടുത്ത് തലകൻ്റെ അടിയിൽ വെച്ച് രാവിലെ ഒന്ന് വായിക്കും, തലകൻ്റെ അടിയിൽ വെക്കും, വൈകുന്നേരം ഒന്ന് വായിക്കും, തലകൻ്റെ അടിയിൽ വെക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, 5 നേരം ഒന്ന് വായിക്കും, തലകൻ്റെ അടിയിൽ വെക്കും. അങ്ങനെയാണോ അവൻ ചെയ്യുക? ഇത്രയും കാത്ത് ആറ്റുനോറ്റ് നിന്ന CVക്ക് റിപ്ലൈ വന്നത് അവൻ അങ്ങനെയാണോ ചെയ്യുക? അല്ല. ഒരിക്കലും പള്ളിയിൽ വരാത്തവൻ പിറ്റേന്ന് സുബ്ബയ്ക്ക് പള്ളിയിലുണ്ടാവും. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയാലും ഓൻ ഉസ്താദിൻ്റെ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്തിന്? ഇതൊന്ന് വായിച്ച് അർത്ഥം വെക്കാൻ വേണ്ടി, എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. നോക്കിയിട്ട് ഉസ്താദിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഹലാക്കിൻ്റെ ആധുനിക മോഡേൺ അറബി ഉസ്താദിനോട്ട് വായിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇവൻ വിളിപ്പിക്കും. ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പണ്ട് പഠിച്ച സമയത്ത് പഠിപ്പിച്ചിട്ടായിട്ട് പഠിപ്പിച്ചിരുന്ന ആ വിദ്യാർത്ഥിയെ വിളിക്കും ഉസ്താദെ. ഓൻ കുത്തിയിരുന്ന് ഉസ്താദിനെ കൊണ്ട് വിളിപ്പിക്കും. എന്നിട്ട് എവിടുന്നാണോ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പോയിട്ട് ആ ഉസ്താദിനോട് ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് രണ്ടാമതവൻ വീട്ടിലേക്ക് തിരിച്ചു വരും. നമുക്ക് ആവശ്യമെന്ന് തോന്നിയാൽ നമ്മൾ എന്തായാലും പഠിക്കും. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറ്, ഒരു ഭാര്യയും ഭർത്താവും അവർ കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി എന്ന് വിചാരിക്കാം. പിന്നെ 1 വർഷത്തേക്ക് ആ ഭർത്താവിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ട് ആ ഭർത്താവ് തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു. ഫോണൊന്നും വിളിച്ചില്ല, പക്ഷെ ഒരു കത്താണ് എഴുതിയ. ആ കത്ത് 1 വർഷം കഴിഞ്ഞ് ഇത്രയും നാൾ കാത്തിരുന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് കണ്ണിൻ്റെ വെള്ളം വറ്റിയിട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കത്ത് കിട്ടും. 1 വർഷം കഴിഞ്ഞിട്ട് ആ കത്ത് കിട്ടുമ്പോൾ ആ കത്തിനോടുള്ള ഈ സ്ത്രീയുടെ ഫീലിംഗ് എന്തായിരിക്കും അല്ലേ?
അവളത് തലക്കത്തെ ചിലപ്പോൾ അതും കെട്ടിപ്പിടിച്ചായിരിക്കും പിന്നെ എല്ലാ ദിവസവും ഉറങ്ങാം. എല്ലാ ദിവസവും അത് വായിക്കും. അതിൽ ഓരോ അക്ഷരങ്ങളും അവൾ ശരിക്കും മനസ്സിരുത്തി മനസ്സിലാക്കും. എല്ലാത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ശ്രമിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഉമ്മയേക്കാൾ 70 ഇരട്ടി സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് വളരെ സ്നേഹത്തോടു കൂടി കുറച്ച് സന്ദേശങ്ങൾ അവിടുന്ന് എഴുതി അയച്ചിട്ട് അതിന് ഒരു പരിഗണനയുമില്ലാതെ അതിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം പോലും നടത്താതെ നമ്മൾ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ എത്ര വലിയ വിവരക്കേടാണ്, എത്ര വലിയ നന്ദികേടാണ്. നമ്മുടെ ഷെയ്ഖ് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനുള്ള ശ്രമമെങ്കിലും നടത്തിയിട്ടില്ലെങ്കിൽ, ഏതുപോലെ നമ്മൾ സിനാ ചെയ്താൽ തോബ ചെയ്യുന്നോ, കള്ളു കുടിച്ചാൽ തോബ ചെയ്യുന്നോ, അതുപോലെ വലിയ വലിയ പാപങ്ങളിൽ നിന്ന് തോബ ചെയ്യുന്നത് പോലെ നമ്മൾ തൗബ ചെയ്യേണ്ട ഒരു കുറ്റമാണ് പരിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ശ്രമിക്ക്, ബാക്കി കിട്ടുമോ ഇല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നോക്കാം. ശ്രമിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ ശ്രമിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതെ ഞാനെല്ലാം കടമകൾ പൂർത്തീകരിച്ചു, ഞാൻ കറക്റ്റ് ഓതുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് തൗബ ചെയ്യേണ്ട തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 2 നിയ്യത്തുകൾ എടുത്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോകണം. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കാൻ അള്ളാഹു നേരിട്ട് പറഞ്ഞ് കേൾക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവും എന്നുള്ളൊരു നിയ്യത്ത് നമ്മൾ വെക്കണം. രണ്ടാമത്തെ നിയ്യത്ത്, എനിക്കോ ഏതായാലും അങ്ങനെയൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ മക്കളെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഖുർആൻ പഠിപ്പിക്കും, അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിപ്പിക്കുമെന്ന് നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചുകൂടെ ഇൻഷാ അല്ലാഹ്. SLC കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയണമെന്ന് വിചാരിച്ച്, കാരണം SLC ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയമാണ്. അവരോടും പറയാനുള്ളത്, മക്കളെ നിങ്ങൾ പഠിക്കണം, ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കണം, ഹദീസിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, ഖുർആനെയും ഹദീസിനെയും അതിൻ്റെ തനതായ ശൈലിയിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്തുകൊണ്ടാണ് നിങ്ങളെ മക്കളെ അങ്ങനെ ആക്കണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി, സൂറത്ത് യൂസുഫൊക്കെ ഇങ്ങനെ ഓതി നമസ്കാരത്തിലൊക്കെ അതിൻ്റെ രസം പിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത്, ആ ഒരു കുളിര് മനസ്സിലുണ്ടാകുന്ന സമയത്ത്, ആ ഒരു രസം നേരിട്ട് അനുഭവിക്കുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു ദുആ ഉണ്ട്, പടച്ചോനെ ഞങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഉയർന്ന ദർജ കൊടുക്കണേ അല്ലാ, അവർ കഷ്ടപ്പെട്ട് ആ സമയത്ത് ഞങ്ങളിങ്ങനെ പഠിപ്പിക്കാൻ വിട്ടോണ്ടല്ലേ നമുക്കിപ്പോൾ ഈ ഒരു രസം കിട്ടുന്നത്. എങ്ങാനും അവരെ നമ്മൾ ഡോക്ടറാക്കിനെങ്കിലോ നമ്മൾ എഞ്ചിനീയർ ആക്കിയെങ്കിലോ, എന്നെ പോലെയുള്ള ആൾ നമ്മൾ അന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ സോപ്പിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഖുർആനും ഹദീസും പഠിപ്പിച്ചു. അൽഹംദുലില്ലാ, അവർക്ക് നമ്മളോട് അവർ ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഹ്സാനുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചെയ്ത ഇഹ്സാനുകൾ ഏറ്റവും വലിയ ഇഹ്സാന് നമ്മളെ ചെറുപ്പകാലത്ത് ഈ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഖുർആൻ മനനം ചെയ്യാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നമ്മളെ വിട്ടു എന്നുള്ളത് അവർക്ക് നമ്മൾ ചെയ്ത. അപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അങ്ങനെ ആക്കിയാൽ ഒരു കാലത്ത്, ഇപ്പോൾ ചിലപ്പോൾ അവർ എതിർപ്പ് കാണിക്കും, ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയും, പക്ഷെ അതൊക്കെ പതുക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവരയച്ച് പഠിപ്പിച്ചാൽ ഒരു കാലത്ത് അവർ നിങ്ങളെ സ്തുതിക്കും. നിങ്ങൾക്ക് വേണ്ടി മനസ്സിൽ തട്ടി വായിച്ച്, പടച്ചോനെ ഞാനെങ്ങാനും ഡോക്ടറായി പോയെങ്കിൽ, ഞാനെങ്ങാനും എഞ്ചിനീയർ ആയി പോയെങ്കിൽ, അൽഹംദുലില്ലാ ഈ ഖുർആൻ പഠിക്കാൻ സാധിച്ചല്ലോ. രണ്ടും കൂടി ഒന്നിച്ച് സാധിച്ചാൽ അതും നല്ലത്. ഡോക്ടറായി എഞ്ചിനീയറായി ഖുർആനും പഠിച്ചാൽ അൽഹംദുലില്ലാ, 100 ഇത് ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ദുആ കിട്ടും. നാളെ ആഖിറത്തിൽ ഇന്ന് നമ്മൾ ഓതാൻ പോകുന്ന സൂറത്തുകളിൽ അള്ളാഹു ഒരു രംഗം പറയുന്നുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ചില മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾ ഓടി ഒളിക്കും, അല്ലേ? സൂറത്ത് അബസയിൽ ആ രംഗം പറയുന്നില്ലേ, ചില മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾ ഓടി ഒളിക്കും, അവർ ആ പരിസരത്തേക്ക് വരൂല, അവർ വിരണ്ടോടും. അതേപോലെ മക്കളെ കാണുമ്പോൾ മാതാപിതാക്കളും ഓടി ഒളിക്കും. അതേ ഖിയാമത്ത് നാളിൽ മറ്റൊരു രംഗം, അത് ഹദീസിൽ പറയുന്നുണ്ട്, ചില മക്കൾ അവരുടെ മാതാപിതാക്കളെ പരതി നടക്കും. ആ മാതാപിതാക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട്, ആ രംഗം ഒന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കണം. എല്ലാവരും ബേജാറായി നിൽക്കുന്ന സമയത്ത്, നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് ചില മക്കൾ മാതാപിതാക്കളെ തേടി നടക്കും. അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് നിർത്തും. അള്ളാഹു അവർക്ക് ബഹുമാനത്തിൻ്റെ വലിയ ഉടയാടകൾ അണിയിപ്പിക്കും. സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരീടം അവർക്ക് ധരിപ്പിച്ചു കൊടുക്കും. ഈ മക്കൾ കൈപിടിച്ചു കൊണ്ടിരിക്കും. അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കും, ബിമയാ റബ്ബ്, പടച്ചോനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനും മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ പറയപ്പെടും, നിങ്ങൾ ചെയ്തതിൻ്റെ പേരല്ല, ബി അഖ്ദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മകൻ ഖുർആനെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ബഹുമാനമാണ് എന്ന് പറയപ്പെടും. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം ഇൻഷാ അല്ലാഹ്. അതേപോലെ നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെയും ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഇഅ്തികാഫിന് വരുമ്പോഴത്തേക്ക് സൂറത്തുൽ യൂസുഫ് ഞാൻ ഇങ്ങനെ ഓതിവിടിരുന്നിട്ട്, അപ്പോൾ നിങ്ങളിങ്ങനെ വേറെ ലോകത്തേക്ക് എത്തണം. എത്തിക്കൂടെ? ഇൻഷാ അല്ലാഹ് നിയത്ത് വെക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കുന്ന, അത് അറിയുന്ന, പഠിക്കുന്ന, അതിനേക്കാളൊക്കെ ഉപരി ജീവിതത്തിൽ പകർത്തുന്ന അവൻ്റെ നല്ല അടിയാറുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക